ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷവാൻ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷവാൻ നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടുയീവായി തീർന്നിട്ടും കാഴ്ചയില്ല സൽഫലം. ഞാൻ നാട്ടുയീവായി തീർന്നിട്ടും കാഴ്ചയില്ല സൽഫലം. എങ്കിലും ഈ കൊമ്പിനെ എങ്കിലും ഈ കൊമ്പിനെ നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഉദ്ദീപിൻ സൃഷ്ടി സർവമേ സ്തുതിപ്പിൻ സ്വർഗ സംഗമേ താതൻ സുതൻ ശുദ്ധാത്മേനെ ആമേൻ. പ്രാർത്ഥിക്കാം.
ശബ്ദം കർത്താവായിരിക്കുന്ന അവിടെ വാഴ്ത്തപ്പെട്ട വലുവനായ ദൈവമേ തിരുനാമത്തിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്നടിയങ്ങൾക്ക് അങ്ങയുടെ ദേശമായിരിക്കുന്നതായ ഗണപതികളിൽ കടന്നു വരുവാനും പ്രിയമക്കളുമൊത്ത് ദൈവത്തിന്റെ വചനം ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും കഴിഞ്ഞ 3 നാളുകളും ഇന്നും അടിയങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കാൻ സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്ന് വിശുദ്ധ ശബ്ദത്തിൽ അടിയങ്ങൾ എവിടെയായിരിക്കുവാനും അങ്ങേക്കൊരു സാക്ഷിയായി അടിയങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു ആരാധന നടത്തുവാനും അവിടുന്ന് കൃപ ചെയ്യുക സ്തോത്രം. ഇന്ന് ഇവിടെ ഹോവ തുറന്നിരിക്കുന്നതായ ഈ സുവിശേഷ വേലയെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ദൈവമേ അനേക വ്യക്തികള് നീർത്തോടുകൾ മാൻപേടകളെ പോലെ വന്നു നിന്നുകൊണ്ട് അങ്ങയുടെ വചനങ്ങളെ മനസ്സിലാക്കുവാനും ബലപ്പെടുത്തുവാനും അവിടുന്ന് കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കൂടി വരവ് അനുഗ്രഹത്തിനും ദൈവമേ മറ്റുള്ളവർക്കൊരു സാക്ഷിയായി നിൽക്കുവാൻ അവിടുന്ന് കൃപ ചെയ്യുക സ്തോത്രം. ഇന്നത്തെ ദിവസം അടിയങ്ങൾ ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. വചനം അങ്ങേടാകുന്നു, അടിയങ്ങളെയും അപ്രകാരം അവിടുന്ന് ബലപ്പെടുത്തണമെന്ന് ക്രിസ്തു മാത്രം അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഒരു ശാബത്ത് സ്കൂൾ നമുക്ക് ലഭിക്കുകയുണ്ടായി. എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവം സഹായിച്ചു. ആ ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ അനുഗ്രഹീതമായ ദിവ്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ സർവശക്തനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ വിലയേറിയ അവസരം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യകരമായ നിമിഷമാണ്. ഇന്ന് കഴിഞ്ഞ 2-3 ദിവസമായി ഈ ദേശത്ത്, അതിനു മുന്നേ 2-3 ആഴ്ചകൾക്ക് മുമ്പേ തന്നെ ഞങ്ങൾ ഈ ദേശത്ത് കടന്നു വരികയും സോമൻ അവരുടെ നേതൃത്വത്തിൽ കാരക്കുളം സർക്കിളിലെ മറ്റിതര സ്ഥലങ്ങളിൽ നിന്നുള്ളതായ ശുശ്രൂഷകന്മാർ ഈ ദേശത്ത് അഹോരാത്രം ഞങ്ങൾ സഞ്ചരിക്കുകയും എല്ലാ പ്രിയപ്പെട്ട ഭവനങ്ങളും സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് ആ 3 രാത്രി ദിവസങ്ങൾ അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ വചനഘോഷണം ഈ ദേശത്ത് നടത്തുവാനിടയായി. ഈ ദേശത്തുള്ള അനേക ദൈവമക്കൾ അരികിലും ചാരത്തുമൊക്കെ ആയിരുന്നുകൊണ്ട്, ദൂരത്തുമൊക്കെ ആയിരുന്നുകൊണ്ട് വന്ന ദൈവത്തിൻ്റെ വചനം കേട്ടു. ഇന്ന് വിശുദ്ധ ശബദം നമുക്കെല്ലാവർക്കും, പ്രത്യേകാൽ ഇന്ന് എനിക്ക് തോന്നുന്നത് 90% നമ്മൾ അഡ്വന്റിസ്റ്റ് വിശ്വാസികളായിട്ടുള്ളവർ വിവിധ സഭകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒക്കെ ആയിരിക്കുന്നവരാണ്. എങ്കിലും നമുക്കെല്ലാവർക്കും ഈ ദേശത്ത്, ഈ മനോഹരമായ ദേശത്ത് ഇന്ന് വന്നു കൂടുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. ആ ദൈവത്തിന് ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ ഇന്ന് മറ്റിതര സഭകളിൽ നിന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നതായ ഓരോ ദൈവമക്കളെയും, പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പകത്തരിശ്, അരുമന, കാഞ്ഞിരംകോണം, മുള്ളിരുവിള, ചെമ്പൂര്, വെള്ളറട, തുറന്ന കരിമരം ഒക്കെ ഉള്ളതായ സഭകളിൽ നിന്ന്, കുച്ചപ്പുറം, മൂന്നാറ്റുമുക്ക് ഒക്കെ സഭകളിൽ നിന്ന് ഇവിടെ നമ്മോടൊപ്പം ആയിരിക്കുന്നതായ പ്രിയ സഹോദരങ്ങളിൽ വിശ്വാസം, പ്രത്യേകം നമ്മുടെ വിമൻ മിനിസ്ട്രിയുടെ നേതൃത്വം വഹിക്കുന്നതായ കാരക്കുളം സർക്കിളിലെ നേതൃത്വം വഹിക്കുന്ന സൗരി നിർമ്മല, എൻ്റെ പ്രിയ ഭർത്താവ് സൗരൻ അശോകൻ, നമ്മുടെ സഭാ എൽഡർമാരുടെ ഭാഗത്ത് കാഞ്ഞിരംകോണം സഭയുടെ എൽഡർ ശീലാസ് അവர்கள், അതുപോലെ തന്നെ മൂന്നാറ്റുമുക്ക് സഭയുടെ, കുച്ചപ്പുറം സഭയുടെ എൽഡർ പ്രിയ എൽഡർ ജയപാലൻ, നമ്മുടെ ചെമ്പകത്തരിശി സഭയുടെ എൽഡർ ഷാജി, അതുപോലെ തന്നെ ഉണ്ടങ്കോട് സഭയുടെ എൽഡർ നെൽസൺ അവർകൾ ഒക്കെയുണ്ട്. ഇവരൊക്കെ ഈ ആരാധനയ്ക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തു. അവളുടെ സഭയിൽ നിന്ന് വിജയൻ, അതുപോലെ അരുമന സഭയുടെ വിശ്വാസികൾ, മറ്റീ ദേശത്തുള്ളവർ എല്ലാവരെയും ഇന്ന് ഈ ആരാധനയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു. പ്രത്യേകാൽ നമ്മുടെ സർക്കിൾ കൊയർ മനോഹരമായ ഗാനങ്ങൾ പാടി അവരെ ഈ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. മനോഹരമായി നമുക്ക് ഈ പാട്ടിനോടൊപ്പം വായിക്കുന്നതായ നമ്മുടെ പ്രിയ ഫിലിപ്പ് സാർ, പ്രിയ സഹോദരൻ പ്രിയ സാർ നമ്മോടൊപ്പം ഉണ്ട്. ഞാൻ ഈ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ അരുമനയിൽ നിന്ന് നമ്മുടെ വൃന്ദയും തൻ്റെ കുഞ്ഞുമായിട്ട് നമ്മോടൊപ്പം ഉണ്ട്. അജിയോടും രജിയോടും
നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളും ഇന്ന് ഒരു സുനിത, മറ്റെല്ലാവരും ഇന്നുള്ളതിൽ വളരെയധികം സന്തോഷം. ഈ ദേശത്തു നിന്നും നമ്മുടെ പ്രിയ സഹോദരങ്ങൾ എല്ലാവരുടെയും പേര് എനിക്ക് അറിയത്തില്ല, എങ്കിലും എല്ലാവരും ഇന്ന് വന്നിരിക്കുന്നത് കൊണ്ട് അതുപോലെ നമ്മുടെ പ്രിയ പാസ്റ്റർ അങ്കച്ചൻ അവരുടെ മിസ്സിസ് ഒരു ബിന്ദു, നമ്മുടെ ഗോഡ്വിൻ സാർ, എല്ലാവരും നമ്മോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധനയ്ക്ക് ഞാൻ ആത്മമായി സ്വാഗതം ചെയ്യുന്നു. ഈ ദേശത്ത് നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരും, അരികിലൊക്കെ ആയിരുന്നു നമ്മുടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ ആരാധനയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യാം. ഇനി ഞാൻ എന്നോടൊപ്പം ശുശ്രൂഷകളായിരിക്കുന്നതായ ഈ ദൈവദാസന്മാരെ പരിചയപ്പെടുത്തുകയും സ്വാഗതം ചെയ്യുകയും. എൻ്റെ വലതുഭാഗത്ത് അയ്യട്ടും ജോൺകുട്ടി വയലിങ്കൽ സഭയുടെ ശുശ്രൂഷകനായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് പ്രിയദാസൻ ഈ ആരാധനയുള്ളതുകൊണ്ട് സന്തോഷം. ഞാൻ ഹാർദവമായി പ്രിയ പാസ്റ്റർ സ്വാഗതം ചെയ്തിരുന്നു. അതുപോലെ തൊട്ടടുത്തിരിക്കുന്ന നമുക്ക് സുപരിതനാണ് സോമൻ അവർകൾ, ചെമ്പകത്തരിശ് മണത്തോട്ടം സഭകളുടെ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിക്കുന്നു. ഈ ദേശത്തുള്ള മീറ്റിങ്ങിൻ്റെ ഒരു പ്രധാന ചുക്കാൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് പ്രിയ പാസ്റ്ററാണ്. എൻ്റെ മിസ്സിസുമായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ മക്കൾ ഒക്കെ വന്നു. അവർ ഈ അനുഗ്രഹീതമായ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുകയും ഒക്കെ അതിൻ്റെ സംഘാടകരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ദേവദാസനെ ഇന്ന് ഈ ആരാധനയിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തിരുന്നു. അതുപോലെ എൻ്റെ ഭാഗത്ത് നമ്മുടെ കാരക്കുളം സർക്കിളിലെ സർക്കിൾ ലീഡർ എൻ്റെ മിസ്സിസും എൻ്റെ മകൻ ഇന്ന് നമ്മോടൊപ്പം ഉണ്ട്. കഴിഞ്ഞ സമയങ്ങളിൽ ആരാധനയിലൊക്കെ വന്ന് സംബന്ധിച്ച് ആദ്യത്തെ ദിവസം ഉദ്ഘാടന പ്രസംഗമൊക്കെ നടത്തി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്ന് പ്രിയദാസനും കുടുംബവുമായിട്ട് ഇന്ന് ഈ ആരാധനയിലുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ ദാസനെ ഇന്ന് ഈ ആരാധനയിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ യൂത്തിൻ്റെ ലീഡർ അജിയുണ്ട്, ഞാൻ വിട്ടുപോയി, ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് ശബ്ദവും വെളിച്ചമൊക്കെ നിയന്ത്രിച്ച് തരുന്നതായ പ്രിയ സഹോദരങ്ങളുണ്ട്, അവരെയും ഞാൻ ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് നമ്മുടെ ഈ പോസ്റ്ററിൽ കാണുന്നത് പോലെ ഇന്നത്തെ ദിവസം, ഈ വിശുദ്ധ ശബദ ദിവസം നമ്മോടൊപ്പം ദൈവത്തിൻ്റെ ദൂത് ഘോഷിക്കുന്നത് പാസ്റ്റർ ജോബിഷ്. പ്രിയ പാസ്റ്റർ അരിമന സ്വദേശിയാണ്. തനിക്ക് തൻ്റെ മിസ്സിസ് അതുപോലെ തന്നെ ഒരു കുഞ്ഞു മകളുണ്ട്. ആ മകളിന്ന് ഇവിടെയുണ്ട്. തൻ്റെ മാതാവ് നമ്മോടൊപ്പം ഉണ്ട്, കഴിഞ്ഞ ദിവസമൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഈ വിശുദ്ധ ശബദിൽ നമുക്ക് ആവശ്യമായ ദൂതം പ്രിയദാസനിൽ നിന്ന് കേൾക്കുവാൻ സാധിക്കും. നെട്ടയം സഭയുടെ ശുശ്രൂഷകനായിട്ട് കൂടെ സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയന്റെ PCM ഡയറക്ടറായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് നമുക്ക് പ്രിയ ദൈവത്തിൻ്റെ ദാസനിലൂടെ ഈ കടന്നുവരിക്കുന്ന നമുക്ക് ആവശ്യമായ ദൂത്, ആത്മീക മന്ന എൻ്റെ മകനിലൂടെ നിന്ന് ലഭിക്കും, അക്കാര്യത്തിൽ സംശയമില്ല. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയോടിരിപ്പാൻ ആരെങ്കിലും ഈ സമയം ഇന്നത്തെ ഈ ആരാധനയ്ക്ക് സ്വാഗതം ചെയ്യുവാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും ഒന്നുകൂടെ ചേർത്ത് പറഞ്ഞുകൊണ്ട് ഈ ആരാധനയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ശുശ്രൂഷയുടെ പ്രാരംഭമായി നമുക്ക് സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ പാട്ടുപുസ്തകത്തിൽ 70-ാമത്തെ പാട്ട്, പഴയ പുസ്തകം, പുതിയ പാട്ടുപുസ്തകത്തിൽ 6-ാമത്തെ പാട്ട്, ആശീഷമാരിയുണ്ടാകും ആനന്ദ വാക്തത്വമേ എന്ന ഗാനം നമുക്ക് ചേർന്ന് പാടാം. ആശീഷമാരിയുണ്ടാകും
മേലും കേൾവന്മഴയും സ്വരം ആശീഷം വീണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ ആശിഷമാരിയുണ്ടാകും വാഗ്ദത്ത ഞങ്ങൾക്കും താ ഇപ്പോൾ നിൻ വാക്കിനിയോർത്തു നൽവരം തന്നിടുക ആശിഷം ചെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ ആശിഷമാരിയുണ്ടാകും എത്ര നിന്നു പേരിൽ പുത്രന്റെ പേരിൽ തന്നാലും ദൈവമേ ഇന്നേരത്തിൽ ആശിഷം ചെയ്യണമേ കൃപകൾ വീഴുന്നു ചാരി വന്മഴ ദൈവമേ വായിപ്പാനായി നൽകപ്പെട്ടതായ തിരുവചന ഭാഗം വിശുദ്ധ പുസ്തകം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൽ 2 മുതൽ 6 വരെയുള്ളതായ വേദഭാഗം. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവിതരുക. യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എൻ്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്ടവൃത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ യഹോവയെ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളെ അടിച്ചിട്ട് എന്ത്? നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനവും ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കടിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിച്ചിട്ടുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കിക്കടിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടുമില്ല. ഈ തിരുവചന ഭാഗങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദേശത്തോട് നമ്മോട് സംസാരിക്കട്ടെ. പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ കർത്താവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിന്റെ ഈ മധ്യാഹ്നത്തോടെ നിൽക്കുന്ന സമയം 2025 ഈ മാർച്ച് മാസം 29-ാം തീയതി കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ ആരംഭിച്ച കൺവെൻഷൻ യോഗ പരമ്പരകളുടെ സമാപനവും വിശുദ്ധ ശബദിൻ്റെ ഈ മണിക്കൂറും ശാന്തവും സുന്ദരവുമായ ഈ ദിനത്തിൽ കർത്താവെ, ഏഴുകളും അങ്ങയുടെ മക്കളുമായിരിക്കുന്ന അടിയങ്ങൾ ഈ ദേശത്ത് വന്ന് ഈ പന്തലിന്റെ കീഴിലിരുന്ന് വിശുദ്ധ ശബദ് ആചരിക്കുവാൻ, ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം അടിയങ്ങൾക്ക് നൽകിയ അവസരത്തിനായി സ്തോത്രം ചെയ്യും. മറ്റനേകർക്ക് ലഭിക്കാത്തതായ ഈ ഭാഗ്യം, ഈ കൃപ, ഈ സ്നേഹം, ഈ കരുതൽ അങ്ങ് ഞങ്ങൾക്ക് നൽകിയുകൊണ്ട് നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ 3 ദിവസങ്ങളായി ഈ ദേശവും ദേശവാസികളും ഇവിടുത്തെ ഓരോ മണിൽത്തരികളും കേട്ട് ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളെ കേൾപ്പിക്കുവാനും കേൾക്കുവാനും അറിയുവാനും അറിയിക്കുവാനും ഇടയായി. ഈ ആഴ്ചയുടെ 7-ാമത്തെ ദിവസമായ വേർതിരിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെട്ട ഈ ദിവസത്തിൽ ശാന്തമായിരുന്ന
ഇൻപകരമായ ഗാനങ്ങൾ പാടി ഞങ്ങൾക്ക് സ്വസ്ഥമായും സമാധാനമായും അങ്ങയിലേക്ക് നോക്കിക്കൊണ്ട് വിശുദ്ധ ശബദിനെ ഓർക്കുവാൻ, 4-ാമത്തെ സ്വർണ്ണ നിയമത്തെ മാനിക്കുവാൻ ഈ വിലയേറിയ ഭാഗ്യം ഒരുക്കിത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവത്തിന്റെ നിയമപ്പെട്ടകം ചുമക്കുന്നവർ ഏത് ദേശത്ത് കാലുകുത്തുന്നുവോ ആ ദേശം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ദൈവം ഇന്ന് ഞങ്ങളാൽ ഈ ദേശത്തെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് സ്വർഗം സന്തോഷിക്കുന്നതായ ഈ ദിനത്തിൽ പ്രിയ പാസ്റ്റർ ജോബി ഷവറുകളിലൂടെ വായിച്ചു കേൾപ്പിച്ചതായ ദൂതിലൂടെ ഇന്ന് തന്റെ മകൻ അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഇന്ന് ദൈവത്തിന്റെ വചനം ഘോഷിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്റെ മകനെ ശക്തീകരിച്ചു. ജീവനുള്ള ദൈവത്തെ നോക്കി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അതിന്റെ മഹത്വം സ്വർഗം ഇന്നെടുക്കുമ്പോൾ ഈ ദേശം അതിലൂടെ അനുഗ്രഹിക്കപ്പെടുവാൻ, അനേക വ്യക്തികൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരുവാൻ, ഭാവികൾ മനം തിരിഞ്ഞെന്റെ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ, രോഗികൾ വിടുതൽ പ്രാപിക്കുവാൻ, സമാധാനമില്ലാത്തവർ സമാധാനം പ്രാപിക്കുവാൻ കർത്താവ് ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഭകളെ പ്രതിനിധീകരിച്ച് ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന ഓരോ ദൈവമക്കളെയും അങ്ങവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാക്കുന്നു. ഈ ആരാധനയുടെ മഹത്വം പൂർണ്ണമായും തിരുമേനിയെടുത്ത് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിച്ച അനുഗ്രഹീത പാത്രങ്ങളായി ഈ ദേശം വിട്ട് കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അടിയങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് അടിയങ്ങൾക്കായി ജീവനെത്തുന്ന അരുമരക്ഷകന്റെ വിലയേറെ നാമത്തിൽ താഴ്മയോടെ യാചിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം. കരുണയുള്ള വാഴ്ത്തപ്പെട്ട ദൈവമേ, ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും സന്തോഷപ്രദമായ ഈ നല്ല സമയത്ത് നാം സന്തോഷത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ മഹാഭാഗ്യം നമ്മളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വീണ്ടും നമുക്ക് സന്തോഷത്തോടുകൂടെ ദൈവത്തെ സേവിപ്പാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഈ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് തുടർന്ന് നമ്മുടെ കരങ്ങളിൽ ലഭിച്ചിരിക്കുന്ന ദശാംശത്തിൻ്റെ കവറുകൾ എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദശാംശവും പ്രത്യേകാൽ കാണിക്കുകയും സ്വീകരിക്കുന്ന സമയമാണ്. ഈ ആരാധനയുടെ മഹത്വത്തിനായി നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രയത്നങ്ങളിൽ നിന്നും ദൈവം നൽകിയ നല്ല ദാനങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ആ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിപ്പാൻ തക്കൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. ഇപ്പോൾ ഒരു പാട്ട് വേറെ പാടുന്നതിനോടൊപ്പം നമ്മുടെ കാണിക്കുകയും ദശാംശങ്ങളും ഈ സമയം സ്വീകരിക്കുന്നതാണ്. അതിനുവേണ്ടി ഈ സമയം നമുക്ക് ഉപയോഗിക്കാം. അതിന് തയ്യാറായിട്ടുള്ള മുമ്പോട്ട് വന്ന് കാണിക്കുക സ്വീകരിക്കുവാൻ തക്കോണം ഓർമ്മിക്കും. ദൈവം നമ്മെ എല്ലാവരെയും
கேட்கவில்லை வைரத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா ஆஸ்தியை கேட்கவில்லை அந்தஸ்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா தங்கத்தை கேட்கவில்லை வைரத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா ஆஸ்தியை கேட்கவில்லை அந்தஸ்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா நான் தேடி போகவில்லை என்னை தேடி வந்தாரையா நான் தேடி போகவில்லை என்னை தேடி வந்தாரையா என் இயேசுவே, என் இயேசுவே, என் இயேசுவே, என் தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தால் அவர் உன்னை மறக்க மாட்டார் நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தால் அவர் உன்னை வெறுக்க மாட்டார் தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டார் நண்பர் உன்னை வெறுத்தாலும் உற்றோர் உன்னை வெறுத்தாலும் அவர் உன்னை வெறுக்க மாட்டார் நடந்திடுத்து நடந்திடுவார் கண்மரமே அழுந்திடுவார் நடந்திடுத்து நடந்திடுவார் கண்மரமே அழுந்திடுவார் எங்கள் இயேசுவே, எங்கள் இயேசுவே, எங்கள் இயேசுவே, எங்கள் இயேசுவே. பாவங்கள் போக்காதே சாபங்கள் நீக்காதே பூலோகம் வந்தாரையா மனிதரை மீட்காதே பரலோகம் திறக்காதே சிலுவையை சுமந்தாரையா பாவங்கள் போக்காதே சாபங்கள் நீக்காதே பூலோகம் வந்தாரையா மனிதரை மீட்காதே பரலோகம் திறக்காதே சிலுவையை சுமந்தாரையா கண்ணீரை துடைத்தாரையா சந்தோஷம் தந்தாரையா கண்ணீரை துடைத்தாரையா சந்தோஷம் தந்தாரையா எங்கள் இயேசுவே, எங்கள் இயேசுவே, எங்கள் இயேசுவே, எங்கள் இயேசுவே. നല്ല ഇന്ദ്രമേറിയ ഗാനം പാടി കേൾപ്പിച്ച കാരക്കണം സർക്കിളിലെ നല്ല ഗായകര് ഈ സമയം ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് നമ്മുടെ അധ്വാനത്തിൽ നിന്നും ദൈവം നമുക്ക് നൽകിയ നല്ല ദാനങ്ങളെ നാം അനുഭവിച്ചവരായി ഇന്ന് ദൈവസന്നിധിയിൽ കൂടി വന്നിരിക്കുമ്പോൾ നാം നൽകിയിരിക്കുന്ന ഈ കാണിക്കകളും സ്തോത്ര വഴിപാടുകളും ദശാംശങ്ങളും ഒക്കെ അത് ദൈവത്തിന് പ്രസാദകരമാണെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ ആലയത്തിൽ കൂടി വരുമ്പോഴൊക്കെയും നാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കപ്പെടേണ്ടതിനും
ദൈവത്തിൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിനും നിങ്ങളുടെ ദശാംശങ്ങളും സ്തോത്ര കാഴ്ചകളും ഒക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. ദൈവം ആകാശത്തിലെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളെ അനുഗ്രഹിക്കുകയില്ലയോ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുമ്പോൾ, ഇതിനാൽ നിങ്ങളെന്നെ പരീക്ഷിപ്പീനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. ഇന്ന് കൂടി വന്ന നമുക്കെല്ലാവർക്കും ആ ദൈവത്തിൻ്റെ വേലയെ പരിപോഷിപ്പിക്കാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിച്ചിരിക്കുന്ന ഈ സ്തോത്ര കാഴ്ചകളും ദശാംശങ്ങളും കാണിക്കകളും ഒക്കെയും നമുക്ക് ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ കണ്ണുകളെ സ്വർഗത്തിലേക്ക് ഉയർത്താം. നമ്മെ പരിപാലിക്കുന്ന, നമ്മെ കാത്തുരക്ഷിക്കുന്ന, ഓരോ ദിവസവും കൃപയാൽ നമ്മെ നടത്തുന്ന ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിലും ഭൂമിയിലും സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായിരിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹവും ശാന്തകരമായ ഈ വിശുദ്ധ ദിവസത്തിൽ പല ദേശങ്ങളിലും ഭവനങ്ങളിലുമായിരുന്ന അടിയങ്ങൾക്ക് ദീർഘദൂരം സഞ്ചരിച്ച കർത്താവേ, ഈ ദേശത്തിൻ്റെ നടുവിൽ ഇന്ന് അങ്ങയുടെ മക്കളായിരിക്കുന്ന അടിയങ്ങൾക്ക് കൂടി വരുവാനും ഈ ദേശവുമായി ഒരുമിച്ച് അവിടുത്തെ തിരുസന്നിധിയിൽ അങ്ങേ ആരാധിപ്പാനും അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന നല്ല ഭാഗ്യത്തിനായി സ്തോത്രം. ഈ ഭാഗ്യം ലഭിക്കാതെ അനേകായിരങ്ങൾ ഈ ദേശത്തും ഞങ്ങളുടെ പരിസര പ്രദേശങ്ങളിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദേശങ്ങളിലൊക്കെയും ഉള്ളപ്പോഴും ഇന്ന് ലോകം മുഴുവൻ അത് അങ്ങയുടെ നാമത്തിൽ ആരാധിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അടിയങ്ങൾ ഓർക്കുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിശുദ്ധ ശബദിനെ മാനിച്ചുകൊണ്ട് ദൈവമായ കർത്താവിൽ ആശ്രയിക്കുകയും അങ്ങേ ആരാധിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ ഒരു കൂട്ടം ജനം അത് ഈ ദേശത്തിൻ്റെ നടുവിലും ഉടലെടുക്കുവാൻ തക്കവണ്ണം സ്വർഗം അവിടുന്ന് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കായി സ്തോത്രം. കഴിഞ്ഞ ദിനരാത്രങ്ങൾ ഈ ദേശത്തടിയങ്ങൾക്ക് പ്രവർത്തിപ്പാൻ സ്വർഗം അവിടുന്ന് ഞങ്ങളെ സഹായിച്ചുവല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ 3 രാത്രികളിലായി വിദൂരതയിലായിരുന്ന അങ്ങയുടെ ശ്രേഷ്ഠദാസന്മാരെ ഈ ദേശത്ത് കൂടി വരുത്തുകയും അനുഗ്രഹീതമായ ആത്മീയ മന്ന ഈ ദേശത്ത് നൽകുകയും ചെയ്തുവല്ലോ. അത് ഈ ദേശവാസികൾ അനുഭവിച്ചുകൊണ്ട് അങ്ങയുടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും അങ്ങയിൽ ആശ്രയിപ്പാനും ഇവിടെ കൃപ നൽകുന്ന ഓർത്ത് സ്തോത്രം. അതിൻ്റെ 4-ാം ദിവസമായ ഈ വിശുദ്ധ ശബദിൻ്റെ നന്മയിലേക്കും അടിയങ്ങളെ അവിടുന്ന് കൈപിടിച്ച് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഞങ്ങളിവിടെ കൂടി വന്നത് വൃഥാ അല്ലെന്ന് വരുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിരുന്ന ദേശങ്ങളിൽ, ഞങ്ങളുടെ ഭവനങ്ങളിൽ, ഞങ്ങളുടെ ഉപജീവന മാർഗങ്ങളിൽ ദൈവം ഞങ്ങളെ കരുതി ഞങ്ങൾക്ക് വേണ്ടുന്ന സുഖവും ബലവും ആരോഗ്യത്തോടെ പ്രദാനം ചെയ്യുകയും രോഗഭാരങ്ങളും പ്രയാസങ്ങളും പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങൾ വിടുവിച്ച് അത്ഭുത രക്ഷയിൽ അവിടുന്ന് പരിപാലിക്കുകയും ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കൂടി വരുവാനും കർത്താവെ അങ്ങയുടെ മഹത്വത്തെ ഈ ദേശത്തോട് അറിയിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് അവിടുന്ന് സഹായിച്ചതോർക്ക് സ്തോത്രം. ഞങ്ങളുടെ അധ്വാനത്തിൽ നിന്നും കർത്താവെ നൽകിയിരിക്കുന്നതായ ദശാംശങ്ങളും സ്തോത്ര വഴിപാടുകളും കാണിക്കകളും ഒക്കെയും അവിടുത്തെ തിരുസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുമ്പോൾ അതേ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മനസ്സിലുള്ളവനായി അടിയങ്ങളോട് അവിടുന്ന് കരുണ തോന്നുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അതിനായി കർത്താവെ ഇന്ന് ഭാരത്തോടെ, പ്രയാസത്തോടെ, നുറുങ്ങിയ ഹൃദയങ്ങളോടെ അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുന്ന അനേകരെ ഞങ്ങൾ ഓർക്കുന്നു. അവരെല്ലാവരെയും കർത്താവ് നിന്ന് അനുഗ്രഹിക്കണം. രോഗഭാരത്താൽ കടന്നു വന്നിരിക്കുന്ന തൻ്റെ പ്രിയമക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കണം. അവർക്ക് വിടുതലും ആശ്വാസം അവിടെ നൽകണമേ. എൻ്റെ കർത്താവ് ഈ ലോകത്തായിരുന്നപ്പോൾ കർത്താവെ വിശുദ്ധ ശബദിൽ അങ്ങ് ചെയ്ത നന്മകളെ അടിയങ്ങൾ ഓർക്കുന്നു. അതിന്ന് പകൽക്കാലവും അവിടുത്തെ സാന്നിധ്യം അടിയങ്ങളോട് കൂടെയുള്ളത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഈ ഹാളിന്മേൽ അവിടുന്ന് വ്യാപരിക്കുന്ന കുട്ടികൾക്കായി സ്തോത്രം. പാട്ടുകൾ പാടുവാനും തിരുവചനങ്ങളെ ധ്യാനിപ്പാനും അത് പഠിക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകിക്കൊണ്ടിരിക്കുന്ന ആ നന്മയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലവും അവിടുത്തെ മാറ്റമില്ലാത്ത വചനവുമായി അവിടുത്തെ പ്രിയപ്പെട്ട ദാസനെ അങ്ങ് അവിടുന്ന് കൂട്ടി വരുത്തിയല്ലോ. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇന്ന് കർത്താവെ വിശുദ്ധ ശബദിൻ്റെ നന്മ ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ കർത്താവെ ഈ ദേശം ഇന്നു മുതൽ അനുഗ്രഹിക്കപ്പെടുവാനും ഈ ദേശത്ത് നിന്നും അനേക കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി എഴുന്നേൽപ്പാനും സ്വർഗമിടയാക്കണമേ. അതിനായി ദുരുദ്ദേശങ്ങളുടെ നടുവിലും അതേ മ്ലേച്ഛതകളുടെ നടുവിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെയും ജനത്തെ വിടുവിച്ച് ആത്മീയമായ നന്മകൾ തങ്ങൾക്ക് നൽകി ആത്മീയ മന്ന കൊണ്ട് തങ്ങളെ പോഷിപ്പിച്ച് ശബദിൻ്റെ അനുഗ്രഹത്താൽ അവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആയിരിക്കുന്ന മണിക്കൂറൊക്കെയും അവിടുത്തെ കൃപയാൽ അടിയങ്ങളെ നിറച്ച് അടിയങ്ങളെ അന്ത്യത്തോളം കാത്തു പരിപാലിച്ച് അനുഗ്രഹിക്കണം.
കടന്നു വന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ ദേശത്തെ ഒരിക്കൽ കൂടെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ ശബ്ദപരിധിക്കുള്ളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കണം. എല്ലാവിധ നന്മകളും കൊണ്ട് നിറയ്ക്കണം. തുടർന്നും കർത്താവെ അടിയങ്ങൾ കൊടിയോളം താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടുത്തെ കൃപയാൽ അടിയങ്ങൾ നിറയ്ക്കണം. ഈ ശുശ്രൂഷ അങ്ങ് അവിടെ നിന്ന് മാനിക്കണം. ആരംഭം മുതൽ അവസാനം വരെയും ദൈവസ്ഥാനത്തോടെ നിന്ന് പകർന്നു അടിയങ്ങളെ വിശുദ്ധ ശബ്ദത്തിന്റെ നന്മ കൊണ്ട് അനുഗ്രഹിച്ച് പരിപാലിച്ച് ഞങ്ങളെ പോഷിപ്പിക്കുമാകണമെന്ന് യേശു ക്രിസ്തു മുഖാന്തരം യാചിക്കുന്നു. അതേ ശുശ്രൂഷയുടെ സകല മഹത്വവും അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കുമാകണമെന്ന് ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ തന്നെയുള്ള നാമത്തിൽ ചോദിക്കുമ്പോൾ ദയതോന്നി പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ പിതാവാം നല്ല ദൈവമേ. ആമേൻ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ദേശത്ത് ആദ്യമായിട്ടാണ് സത്യദൈവത്തിൻ്റെ സത്യാരാധന ഈ ദേശത്ത് നടത്തപ്പെടുന്നത്. ഈ 2025 ഇന്നേ ദിവസം ഇവിടെ ഒരു സത്യാരാധന നടത്തുവാൻ ജീവിക്കുന്ന പാസ്റ്റർമാരല്ല, സ്വർഗത്തിലെ ദൈവം മുൻകൂട്ടി വിചാരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഏതാനും 2-3 മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെല്ലാവരും കാരക്കുളം സർക്കിളിന്റെ നേതൃത്വത്തിലൂടെ പ്രോഗ്രാമുകൾ നടത്തുകയുണ്ടായി. അതിനുശേഷം ഇവിടെ ഒരു കൺവെൻഷൻ നടത്തണമെന്ന് ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായിട്ടായിരുന്നു 26 മുതൽ ഇന്നേ ദിവസം 25 വരെ, മാർച്ച് 2025 മാർച്ച് വരെ, ഇന്നലെ വരെയും രാത്രി കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇന്ന് ശബദാരാധനയോടുകൂടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. എങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കർത്താവ് വരുവോളം ഈ വിശുദ്ധ ശബദിന്റെ ആരാധന തുടർന്നു കൊണ്ടുപോകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടിയാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് കടന്നത്. പ്രിയദാസന്മാരിലൂടെ 2-3 ദിവസം കൊണ്ട് ദേശത്ത് സുവിശേഷം അറിയിച്ചു കൊണ്ടിരിക്കുന്നു. ആ സുവിശേഷത്തിന്റെ അവസാന ഭാഗമാണ് ഇന്നത്തെ ദിവസം. ഇന്ന് ഈ ദേശത്ത് ദൈവദാസൻ, അദ്ദേഹം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏകദേശം എൻ്റെ ഒരു ബന്ധുവും കൂടെ, അടുത്ത ബന്ധുക്കളാണ്. അദ്ദേഹം സൗത്ത് വെസ്റ്റ് ഇന്ത്യ യൂണിയന്റെ PCM ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. PCM എന്ന് പറയുമ്പോൾ പബ്ലിക് ക്യാമ്പസ് മിനിസ്റ്റർ, അതിന്റെ ഡയറക്ടറായിട്ടാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അദ്ദേഹത്തിനെ ഇവിടേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു മടിയും കൂടാതെ ഇന്നത്തെ ശബദ് ശുശ്രൂഷ അദ്ദേഹം തന്നെ നടത്താമെന്നുള്ള ഏറ്റുകൊണ്ട് ഇന്ന് ഈ അതിരാവിലെ തന്നെ ഇവിടെ എത്തി. ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ഇവിടെ എത്തി. മകളെയും കൊണ്ടുവന്ന് അമ്മയും അടുത്തുണ്ട്. അവര് അരിമന ചർച്ച് അല്ലേ, അരിമന ചർച്ചിന്റെ വിശ്വാസം അല്ലേ തന്നെ. അതേപോലെ മാത്രവുമല്ല, അദ്ദേഹം വിവിധ സ്ഥലങ്ങളിൽ മെഡിക്കൽ ക്യാമ്പുകളും ഇതേപോലുള്ള പ്രോഗ്രാമുകളും നടത്തിക്കൊണ്ടിരിക്കുന്നു. സുവിശേഷ വേലയിൽ ശക്തനായി പ്രവർത്തിക്കുന്നുണ്ട്. തിരുവനന്തപുരം സർക്കിളിലെ നെട്ടയം ചർച്ച്, നേരത്തെ അവിടെ പൂന്തറ ചർച്ച് അല്ലേ സാറേ, പൂന്തറ ചർച്ച് എന്നിവയുടെ പാസ്റ്ററായി വർക്ക് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം തൃശ്ശൂരിലുള്ള ഹെഡ് ഓഫീസിലെ PCMന്റെ ഡയറക്ടറായി വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഈ സമയം വിശുദ്ധ ശബദിന്റെ ശുശ്രൂഷയുടെ ഭാഗമായും സുവിശേഷ ദൂത് ഘോഷണം ഈ ദേശത്ത് ഈ കൺവെൻഷന്റെ അവസാന ഭാഗമായും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് സുവിശേഷം കേൾക്കാം. അത് രക്ഷാപദ്ധതി എപ്രകാരമാണെന്ന് സ്വർഗത്തിലെ ദൈവത്തിന്റെ ദാസന്മാരിലൂടെ അറിയിച്ചതിന്റെ ഭാഗം ഇന്ന് പാസ്റ്റർ ജോബിഷ് അദ്ദേഹം
ഇപ്പോൾ നമ്മോട് തിരുവചനവുമായി നിൽക്കുന്നു. നാം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കണം. സ്വർഗീയത്തിലെ മർമ്മങ്ങളെ പ്രിയദാസനിലൂടെ ഈ ദേശത്ത് വിളമ്പണം. ആ വിളമ്പുന്ന വിത്ത് 100 60 മേനി ഫലം കായ്പാൻ അത് ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയദാസനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിച്ചു. വീണ്ടും വരുന്ന ദൈവത്തിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ സ്ഥലത്ത് ഗണപതിക്കൽ എന്ന് പറയുന്നതായ ദേശത്ത് വരുവാനും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനും സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു കൊള്ളുന്നു. ഞാൻ വാച്ചിലെ സമയം നോക്കുകയായിരുന്നു. പൊതുവേ നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സമയം എല്ലാവരും പെട്ടെന്ന് ചെയ്യുന്നതായ കാര്യമാണ് പെട്ടെന്ന് വാച്ചിലേക്ക് നോക്കുക. കാരണം എന്താണ്? അയ്യോ, ഇന്ന് ഈ പാസ്റ്റർ എത്ര സമയം എടുക്കും പ്രസംഗിക്കാനും, ഞങ്ങൾക്ക് ഈ പ്രസംഗം കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെയും ചെയ്യുവാനുള്ളതായ ചിന്ത അപ്പോഴാണ് വരുന്നത്. അതുവരെ നമ്മൾ എന്ത് ചെയ്യും? മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുഴുകിയിരിക്കും. എങ്കിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് നമ്മൾ ആയിരിക്കുന്നതായ ഈ ദേശം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതായ ഒരു ദേശമാണ്. ഇവിടെ ഒരു കൺവെൻഷൻ നടത്തുന്നു എന്ന് എന്നെക്കുറിച്ച് എന്നോട് പറയുകയും എന്നെ ഇവിടെ ക്ഷണിക്കുകയും ചെയ്തതായ സമയം ഈ ദേശം എനിക്ക് വളരെ അപരിചിതമായിരുന്നതായ ഒരു പ്രദേശമായിരുന്നു. ഞാൻ ആ പാസ്റ്റർ മഹേഷ് മണിയനൊത്ത് ഇവിടുത്തെ പാസ്റ്റേഴ്സ് ഫീൽഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങൾക്ക് വരുവാനിടയായി. ഞാൻ വന്നതായ സമയം ഈ പ്രദേശത്തോട്ട് പ്രവേശിക്കുന്ന സമയം കണ്ണിന് വളരെ കുളിർമയുള്ളതും മനസ്സിന് വളരെയധികം ശാന്തതയും നൽകുന്നതായ ഒരു പ്രദേശമായിട്ടാണ് കാണുവാൻ എനിക്ക് ഇടയായിത്തീർന്നത്. ഞാൻ അപ്പോൾ ചിന്തിച്ചതായ ഒരു കാര്യമെന്ന് പറയുന്നത്, കർത്താവായ യേശു ഗലീല കടലിലും ഇസ്രയേലിലെ ജനങ്ങളുമായിട്ട് സംവാദിച്ചിരിക്കുന്നതായ ആ സമയമാണ് എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു. വളരെ ശാന്തമായിരിക്കുന്നതായ ഒരു കടൽ പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത്. ഇന്ന് ഈ ദേശത്തുള്ളതായ വ്യക്തികൾക്ക് ദൈവം അനുഗ്രഹിച്ചു കൊടുത്തിരിക്കുന്നതാണ് ഈ മനോഹരമായിരിക്കുന്നതായ കാഴ്ച. പ്രത്യേകിച്ച് പട്ടണങ്ങളിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഇപ്രകാരമുള്ള കാഴ്ച വളരെ അപൂർവം മാത്രമാണ്. ഇത്രയും മനോഹരമായിരിക്കുന്ന ദേശം, ഇത്രയും മനോഹരമായിരിക്കുന്നതായ എന്താണ് ചുറ്റുപാടുകൾ ഒക്കെയും ദൈവം അനുഗ്രഹിക്കപ്പെട്ടതെന്ന കാര്യമാണ്. ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രത്യേകിച്ച് സൗത്ത് കേരള സെക്ഷൻ്റെ മിനിസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്നതായ ഈ കൺവെൻഷനിലേക്ക് എന്നെ വിളിച്ചതിന്, അതുപോലെ തന്നെ കാരക്കോണം സർക്കിൾ ലീഡർ പാസ്റ്റർ ബോബൻ ഇമ്മാനുവൽ, കാരക്കോണം സർക്കിളിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ ദൈവശുശ്രൂഷകന്മാരും ഇപ്രകാരമുള്ളതായ ഒരു കൺവെൻഷന് വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുകയും പ്രാർത്ഥനയോടുകൂടെ നിൽക്കുകയും അനേക ഭവനങ്ങളിൽ ചെന്ന് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് സംസാരിക്കുകയും ആശ്വാസത്തിൻ്റെ വചനങ്ങളെ അവർക്ക് പറഞ്ഞു കൊടുക്കുവാനും ഇക്കാലങ്ങളിലൊക്കെയും ഇടയായി തീർന്നു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ദാസന്മാർ ഈ ദേശത്തോട് സംസാരിക്കുവാനും ഇടയായി തീർന്നു. അവർ പറഞ്ഞതിൽ ഉപരിയായി എനിക്കൊന്നും സംസാരിക്കുവാനില്ല എങ്കിലും അവരോട് പറഞ്ഞു തരിക്കുന്നതായ വചനങ്ങളോടുകൂടെ തന്നെ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകങ്ങളിലെ എസെക്കിയേലിൻ്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 37-ാമത്തെ അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. എസെക്കിയേൽ 37-ൻ്റെ 4ഉം 5ഉം വാക്യങ്ങൾ. ഒരു മൈക്ക്. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെക്കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവയായ കർത്താവ് ഈ അസ്ഥികളോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. പരിശുദ്ധനും നീതിമാനുമായിരിക്കുന്ന വാഴ്ത്തപ്പെട്ട വിലവനായ ദൈവമേ, ഇന്നടിയാൾക്ക് നല്ലൊരു ദിവസത്തെ തന്നനുഗ്രഹിക്കുകയും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തെ വിശുദ്ധ ശബദിന്റെ ദിവസത്തിൽ അടിയങ്ങൾക്ക് ഈ പ്രദേശത്ത് കടന്നു വരുവാനും ഗണപതി എന്ന് പറയുന്ന കല്ല് എന്ന് പറയുന്ന ഈ പ്രദേശത്ത് അടിയങ്ങൾക്ക് വന്നു നിന്നുകൊണ്ട്
അങ്ങയുടെ വചനത്തെക്കുറിച്ച് സംസാരിക്കുവാൻ അടിയങ്ങൾക്ക് തന്നിരിക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്തു കൊള്ളുന്നു. വചനം അങ്ങയുടേതാകുന്നു, അടിയങ്ങളും അങ്ങയുടേതാകുന്നു. അടിയങ്ങൾ കേൾക്കുന്നതായ വചനം അടിയങ്ങൾക്ക് ബലവും ശക്തിയുമുള്ളതായി തീരുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യുവാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയും നാൾ ഘോഷിച്ചതായ വചനത്തിനായി സ്തോത്രം. ഈ ദേശത്തെ ജനങ്ങൾ അത് കേൾക്കുവാനിടയതിനായി സ്തോത്രം ചെയ്തുകൊള്ളുന്നു. ഇന്ന് അടിയനം സംസാരിക്കുമ്പോൾ അങ്ങയുടെ കരം, അങ്ങയുടെ കൃപയും അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കൂടി ഇരുന്നുകൊണ്ട് കേൾവിക്കാരായിരിക്കുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹിക്കപ്പെട്ട് ബലപ്പെട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ അവരെ തന്നെ താഴ്ത്തി പരമേൽപ്പിച്ച് ജീവിതത്തിൽ നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് അടിയൻ ജീവൻ വഴിക്ക് സുവേശം മാത്രം അടിയങ്ങളിൽ പ്രാർത്ഥിക്കണം പിതാവേ. ആമേൻ. ഇന്ന് നാം വായിച്ചതായ വചനം യഹോവയായ ദൈവം എസെക്കിയേൽ പ്രവാചകന് കൊടുക്കുന്നതായ ഒരു ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എസെക്കിയേൽ 37-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നതായ ഒരു ദർശനത്തെക്കുറിച്ച് അവിടെ കാണുകയാണ്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ പ്രകാരം പറയുന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്ന് യഹോവയുടെ ആത്മാവാൽ എന്നെ പുറപ്പെടുവിച്ചു, താഴ്വരയുടെ നടുവിൽ നിർത്തി, അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ എസെക്കിയേൽ പ്രവാചകൻ കാണുന്നതായ ഒരു ദർശനത്തെ കുറിച്ചാണ് കാണുന്നത്. ഈ ദർശനത്തിൽ എസെക്കിയേൽ പ്രവാചകൻ യഹോവയായ ദൈവം ഒരു മലയുടെ മുകളിൽ അല്ലെങ്കിൽ ഒരു താഴ്വാരത്തിലേക്ക് നോക്കിക്കൊണ്ട് നീ ഈ പ്രദേശത്തെ വീക്ഷിക്കുവാൻ വേണ്ടി എസെക്കിയേലിനോട് പറയുകയാണ്. എസെക്കിയേൽ പ്രവാചകൻ ആ പ്രദേശത്ത് നിന്നുകൊണ്ട് ആ താഴ്വരയിലേക്ക് നോക്കുന്നതായ സമയം അവിടെ കാണുന്നത് ഏറ്റവും മനോഹരമായി നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതായ നീർ എന്താണ് പറയാ, ഒരു തടാകമോ അല്ലെങ്കിൽ മറ്റുള്ള മനോഹരമായിരിക്കുന്നതായ കാര്യമല്ല. പിന്നെയോ ഏതൊരു മനുഷ്യന് ഭയവും അവന്റെ ജീവിതത്തിൽ അവൻ മുന്നോട്ട് ഒരിക്കലും ചിന്തിക്കുവാനും ആഗ്രഹിക്കുവാനും സാധിക്കാത്തതായ ഒരു കാര്യമാണ് ദൈവം അവന് കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് അവൻ അവിടെ കണ്ടത്? എന്റെ 2-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ എന്നെ അവയുടെ ഇടയിൽ കൂടി ചുറ്റി നടക്കുമാറാക്കി, അവ താഴ്വരയുടെ പരപ്പിൽ എത്രയോ അധികമായിരുന്നു, അവ ഏറ്റവും ഉണങ്ങിയിരുന്നു. ഇവിടെ എസെക്കിയേൽ പ്രവാചകനോട് പിന്നെ യഹോവയെ ദൈവം പറയുകയാണ്, നീ എന്ത് ചെയ്യണം? ഈ താഴ്വരയിൽ കൂടെ ഒന്ന് നടക്കണം, നീ ഈ കാണുന്നത് എന്താണ് എന്ന് നീ മനസ്സിലാക്കണമെന്ന് പറയുകയാണ്. അപ്രകാരം എസെക്കിയേൽ പ്രവാചകൻ നടന്ന് ആ അസ്ഥികൂടങ്ങളുടെ ഇടയ്ക്കൊക്കെയും നടക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ മനസ്സിലാകുകയാണ്, ഈ അസ്ഥികളൊക്കെയും എപ്രകാരമുള്ളതാണ്? ഉണങ്ങിയതാണ്. ഉണങ്ങിയത് എന്ന് പറയുമ്പോൾ അത് മരിച്ച് മണ്ണോട് ചേർന്ന് വർഷങ്ങളോളം അതിനെന്തുമില്ല, ഒരു കാരണവശാലും ജീവൻ വെക്കുവാനോ അല്ലെങ്കിൽ ഒരു കാരണവശാലും അതിന് ഒരു ജീവന്റെ പ്രസരിപ്പില്ലാത്തതായിരിക്കുന്ന അവസ്ഥയിലേക്ക് കടന്നിരിക്കുന്നതായ അസ്ഥികളെയാണ് അവിടെ ആര് കാണുന്നത്? എസെക്കിയേൽ പ്രവാചകൻ കാണുന്നത്. ഇതിനെ കൊണ്ട് ഇനിയൊരു ഉപയോഗവുമില്ല, ഇനി ഇതിനെ കൊണ്ടൊരു പ്രയോജനവും ഇല്ലാത്തതായിരിക്കുന്നതായ അസ്ഥികളെ എസെക്കിയേൽ പ്രവാചകൻ കാണുമ്പോൾ അവന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവന്റെ മനസ്സിന്റെ ഉള്ളിൽ ഏറ്റവും വിഷമവും ദുഃഖവും നിറഞ്ഞിൽക്കുന്നതായിരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു പോവുകയാണ്. നമുക്കധികം സമയമില്ലാത്തത് കൊണ്ട് എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ 4-5 വാക്യങ്ങൾ വായിക്കുന്ന സമയം യഹോവയെ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, എസെക്കിയേലെ, നീ നോക്കുന്ന ഈ അസ്ഥികൾ, നീ ഒരിക്കലും ഇനി ജീവൻ ഉണ്ടാകുകയില്ല എന്ന് ചിന്തിക്കുന്ന ഈ അസ്ഥികൾ ഒരിക്കലും നന്മയ്ക്കായി പ്രവർത്തിക്കില്ല എന്ന് മനസ്സിലാക്കുന്ന ഈ അസ്ഥികൾ ഇനി അവയെ എന്ത് ചെയ്യും? ഞാൻ അവനിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് യഹോവയെ ദൈവം പറയുകയാണ്. അതിനുശേഷം കർത്താവ് എന്ത് പറഞ്ഞു? യഹോവ എന്ത് പറഞ്ഞു? 4-ാമത്തെ വാക്യം പറയുകയാണ്, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ച് അവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പി. ഓക്കെ, ഇവിടെ യഹോവയായ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, ഈ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളോട് നീ പറയേണ്ടതായ ഒരു കാര്യമുണ്ട്. എന്താണ് നീ പറയേണ്ടത്? ഉണങ്ങിയ അസ്ഥികളെ, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾപ്പി. ആരുടെ വചനം കേൾക്കുവാനാണ് പറയുന്നത്? യഹോവയുടെ വചനം നീ കേൾക്കണം എന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. എന്താണ് ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ ഉണങ്ങിയിരിക്കുന്നതായ അവസ്ഥകൾ? എന്താണ് ഇന്ന് മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഉണങ്ങിയതായിരിക്കുന്നതായ ഒരവസ്ഥയിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, യെശയ്യാ പുസ്തകം 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെയും യഹോവയെ ദൈവം ഇസ്രായേൽ ജനങ്ങളുടെ ഒരു കഷ്ടതയെ കുറിച്ച് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഒരു ജനത്തിന്റെ ആത്മരോദനത്തെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നു. അവർ ആത്മീയ ജീവിതത്തില്, അവരുടെ ഭൗതികമായിരിക്കുന്ന ജീവിതത്തിലും അവർ ഇല്ലായ്മയുടെയും കുറവുകളുടെയും ഒക്കെയുമുള്ളതായ ഒരു അനുഭവത്തെ കുറിച്ച് അവിടെ യെശയ്യാ പ്രവാചകനോട് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു.
നമുക്ക് വായിക്കാം യെശയ്യാവിന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യവും അതിന്റെ 3-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ഇവിടെ യെശയ്യാ പ്രവാചകൻ പറയുകയാണ്. യഹോയാക്കീൻ ആ രാജാവിന്റെ പ്രവാസത്തിന്റെ 5-ാണ്ടിൽ 2-ഉം 3-ഉം വാക്യങ്ങൾ. ആ. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആരെ പോറ്റി വളർത്തിയത്? ഞാൻ മക്കളെ പോറ്റി വളർത്തി. ഒരു മക്കളെ പോറ്റി വളർത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. ഒരു കുഞ്ഞിനെ നോക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പലപ്പോഴും ഞാൻ എൻ്റെ മകളുമായിട്ട് എവിടെയെങ്കിലും പോകുമ്പോൾ എന്നോട് ചിലവർ ചോദിക്കുന്ന ചോദ്യമാണ്, ഒരു കുട്ടി മതിയോ എന്ന്. ഞാൻ പലപ്പോഴും പറയാറുള്ള ഉത്തരം, ഒന്നും മതിയല്ലോ. കാരണം അവരെ നോക്കുവാനുള്ളതായ ഭാരം, പ്രയാസം, ബുദ്ധിമുട്ടുകൾ അവർക്ക് മാത്രമേ, അല്ലെങ്കിൽ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇവിടെ യഹോവയെ ദൈവം പറയുകയാണ്, ഒരു കൊച്ചിനെ ഞാൻ എങ്ങനെയാണോ ഒരു മാതാപിതാക്കൾ നോക്കി വളർത്തുന്നത്, അതുപോലെ ഞാൻ ആരെ നോക്കി വളർത്തി? ഈ പറയപ്പെടുന്നതായി എൻ്റെ ജനത്തെ ഞാൻ നോക്കി വളർത്തി. അവർക്ക് വേണ്ടുന്നതായ ആഹാരങ്ങൾ കൊടുത്തു, അവർക്ക് വേണ്ടുന്നതായ പാല് ഞാൻ കൊടുത്തു, അവർക്ക് വേണ്ടുന്നതായ ഉപദേശങ്ങളെ കൊടുത്തു, അവർക്ക് വേണ്ടുന്ന സ്നേഹത്തെ കൊടുത്തു, അവർക്ക് വേണ്ടുന്ന ലാളനത്തെ കൊടുത്തു. അവരെ നയിക്കേണ്ടതായ വഴികളിലൊക്കെയും ഞാൻ നയിച്ചു എന്ന് യഹോവ പറയുകയാണ്. പക്ഷേ ഈ ജനം എങ്ങനെയുള്ളവരായിരുന്നു? അതിന്റെ വാക്യം വായിക്കുകയാണ്, അവരോ എന്നോട് മത്സരിച്ചു. ഇന്ന് യഹോവയുടെ വചനം നമ്മളോടും പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നാം അറിഞ്ഞിരിക്കുന്നതായ യഹോവ നമുക്ക് നന്മകൾ നൽകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ യഹോവ നമ്മളോട് നടക്കേണ്ടതായ പാതകൾ, വഴികൾ നമ്മളോട് പറയുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നാം എപ്രകാരമായിരിക്കണമെന്ന് യഹോവ നമ്മളോട് പറയുമ്പോൾ, പല സന്ദർഭങ്ങളിലും നമ്മൾ എപ്രകാരമുള്ളവരാണ്? നമ്മൾ ദൈവത്തിന്റെ വചനത്തെ അല്ല നാം കൂടുതൽ ആശ്രയിക്കുന്നത്, പിന്നെയോ നമ്മുടെ സ്വന്തം ബുദ്ധിയാലും നമ്മുടെ സ്വന്തം ജ്ഞാനത്താലും സ്വന്തം വിവേകത്താലും മാത്രം നടക്കുവാൻ വേണ്ടി ഇന്നത്തെ ജനം നടക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരം നടക്കുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ 3-ാമത്തെ വാക്യം എവിടെ പറയുകയാണ്? കാള തന്റെ വായിച്ചോളൂ. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെ അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല, എന്റെ ജനം ഗ്രഹിക്കുന്നതുമില്ല. ഓക്കെ, ഇവിടെ യഹോവ ദൈവം പറയുകയാണ്, കാള ആരെ അറിയുന്നുണ്ട്? യജമാനനെ അറിയുന്നുണ്ട്, അല്ലേ? വളരെ സിമ്പിൾ ആയിരിക്കുന്ന കാര്യമാണ്. നമ്മൾ കാളയെ നമ്മളൊക്കെ വളർത്തുന്നതായ ഒരു കാലഘട്ടത്താണ് നമ്മൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവരൊക്കെയും യജമാന്റെ ഒച്ച കേട്ടാൽ എന്ത് സംഭവിക്കും? ഒന്നിയിൽ ഒച്ചയുണ്ടാക്കും, അല്ലെങ്കിൽ ഓടി വരുവാൻ പറ്റുമെങ്കിൽ ഓടി വരും, അല്ലെ? അതിനുശേഷം കർത്താവ് പറയുകയാണ്, കഴുത തന്റെ യജമാനനെ പുൽത്തൊട്ടിയെയും അറിയുന്നില്ല. നമ്മൾ കഴുതയെന്ന് വിളിക്കും, അല്ലെ? കഴുതൻ എന്താ വിളിക്കാൻ കാരണം? അതിന് ബുദ്ധിയില്ല, അതിന് വിവേകമില്ല, അതിന് ജ്ഞാനമില്ല, അത് പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ സാധിക്കാത്ത ഒരു മൃഗമാണ് എന്ന് നമ്മൾ പലപ്പോഴും മുദ്ര കുത്തിയിരിക്കുന്നതായ ഒരു മൃഗത്തെ നോക്കി തന്നെ യഹോവ പറയുകയാണ്, കഴുത പോലും എന്തറിയുന്നു? അതിന്റെ പുൽത്തൊട്ടി എവിടെയാണ്, അല്ലെങ്കിൽ അതിന്റെ ആഹാരം എവിടെയാണ് കിട്ടുന്നതെന്ന് കൃത്യമായിട്ടും അറിയുന്നു. പക്ഷേ ആരും മനസ്സിലാക്കുന്നില്ല. എന്റെ ജനം, ഞാൻ പുലർത്തുന്നതായി എന്റെ ജനം, അവരെ വഴി നടത്തുന്നതായി എന്റെ ജനം എന്നെ കുറിച്ച് അറിയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുവാനും അവർ ആഗ്രഹിക്കുന്നില്ല. അതിനുശേഷം പറയുകയാണ്, അവർ ജീവിതത്തിൽ അവർ ദൈവത്തിൽ നിന്നും അകന്നു പോയതായ സമയം, ദൈവം പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കാതെ അവരോ വിഗ്രഹാരാധനയും മറ്റുള്ളതായ ആരാധന മൂർത്തികളുടെ പുറകെ പോയതായ സമയം, ഇവിടെ കർത്താവ് പറയുകയാണ്, 4-ാമത്തെ വാക്യം പറയുന്നു, അയ്യോ പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവർ ഉപേക്ഷിച്ച് ഇസ്രായേലിന്റെ പരിശുദ്ധനെ നിരസിച്ച് പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇവിടെ ദൈവം പറയുകയാണ്, അവരെങ്ങനെയുള്ളവരായ ജനമാണ്? അയ്യോ പാപമുള്ള ജനം. എന്താണ് പാപം? ഇത്രയും ദിവസങ്ങളിൽ നിങ്ങളിവിടെ കൺവെൻഷൻ വന്നതായ സമയങ്ങളിൽ ഈ ദേശത്തുള്ളതായ ഓരോ വ്യക്തികളോടും എൻ്റെ സഹോദരന്മാരായിരിക്കുന്നതായ ദൈവികദാസന്മാർ നിങ്ങളോട് പറഞ്ഞു, എന്താണ് പാപം? കൽപ്പനാ ലംഘനം പാപം. പാപത്തിന്റെ ശമ്പളം മരണം. ഈ മരണത്തിൽ നിന്നും നാം എപ്രകാരം രക്ഷപ്പെടണമെന്നതിനെ കുറിച്ചും, നമ്മുടെ ജീവിതത്തിൽ നാം പാപകരമായിരിക്കുന്നതായ ജീവിതത്തിൽ നടക്കാതെ എപ്രകാരം നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി പരമേൽപ്പിച്ച് ഒരു വിശുദ്ധിയുടെ ജീവിതത്തെ നയിക്കണമെന്നതിനെ കുറിച്ചൊക്കെയും നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽക്കാലം യഹോവയെ ദൈവവും നമ്മളോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നാം എങ്ങനെയുള്ള ജനമായിരിക്കരുത്? പാപമുള്ള ജനങ്ങൾ ആകരുത്.
ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് യഹോവ പറയുകയാണ്, അയ്യോ പാപമുള്ളതായ ജനം, അകൃത്യഭാരം ചുമക്കുന്നതായ ജനം, ദുഷ്പ്രവൃത്തിയുടെ സന്തതികൾ. ഇന്ന് നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ ഇന്ന് ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ വാർത്തയില് ഒരു കൊലപാതകമില്ലാത്ത വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമോ? എല്ലാ ദിവസവും കൊലപാതകങ്ങൾ നടക്കുന്നതായ ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇന്ന് കേരളം എന്ന് പറയുന്നത്. ആ കൊലപാതകങ്ങളിൽ 98% ഇന്ന് ആരാണ് ചെയ്യുന്നത്? ചെറുപ്പക്കാർ തന്നെയാണ് അതിനടിമകളായി നിൽക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് കാരണം? മക്കളെ പലപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ ഇന്ന് എന്ത് ചെയ്യുന്നില്ല? അവർക്ക് കൊടുക്കേണ്ട ശാസന കൃത്യമായിട്ടും കൊടുക്കുന്നില്ല. അയ്യോ എൻ്റെ കുഞ്ഞല്ലേ, അവൻ തെറ്റ് ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കും. നമ്മൾ ഇന്നത്തെ ലോകത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ യഹോവയെ ദൈവം ഇന്ന് ഇസ്രായേൽ ജനങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ കാര്യം ഇത് തന്നെയാണ്. ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നതായ ഒരു ജനസമൂഹത്തെയാണ് നമ്മൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്? ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. വീണ്ടും നമ്മൾ അവിടെ വായിക്കുന്ന സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിന്റെ 5-ാമത്തെ വാക്യം പറയുകയാണ്, ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത് നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ. തല മുഴുവനും ദീനം, ഹൃദയം മുഴുവനും രോഗവും പിടിച്ചിരിക്കുന്നു. ഇവിടെ യഹോവേ ദൈവം പറയാണ്, ഇനി നിങ്ങൾ അടിച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു കാര്യമില്ല. എന്തുകൊണ്ടാ കാരണം? ആ ശരീരം മുഴുവനും നിങ്ങൾക്ക് രോഗം പിടിച്ചിരിക്കുന്നു. എന്ത് രോഗമാണ്? നമുക്ക് വായിക്കാം അതിന് താഴോട്ട് 6-ാമത്തെ വാക്യം. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല, മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വച്ച് കെട്ടിയിട്ടില്ല, എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല. ഇവിടെ യഹോവ ദൈവം പറയുകയാണ്, ഇന്നത്തെ ജനത്തിന് അവർ ചെയ്യുന്നതായ പാപത്തിൽ നിന്നും അവർക്ക് വിട്ടുവരുവാൻ ആർക്കും എന്തില്ല? മനസ്സില്ല. എന്നെ കേൾക്കുന്നതായ ദേശമേ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നതായ ചോദ്യം, ഇന്നിവിടെ ഇരിക്കുന്നതായ വ്യക്തികളോട് ചോദിക്കുന്നതായ ചോദ്യം ഇത് തന്നെയാണ്. ഇന്ന് നമ്മൾക്ക് എത്ര മദ്യപാനികളടുത്ത് നമുക്ക് പോയിട്ട് പറയാൻ സാധിക്കും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന്? അവർ ചെയ്യുന്നതായ പ്രവൃത്തികൾ മോശമാണ് എന്ന് നമുക്ക് എത്ര വ്യക്തികളോട് നമുക്ക് പറയാൻ സാധിക്കും? അവർ പറയും, സാറേ ഞാൻ ഇന്ന് മദ്യപിക്കും, കാരണം എന്താണ്? ഇന്ന് എനിക്ക് സന്തോഷത്തിന്റെ ദിവസമാണ്. പിറ്റേ ദിവസം അവരോട് ചോദിക്കുകയാണെങ്കിൽ അവർ പറയും എന്താണ്? ഇന്ന് എനിക്ക് ദുഃഖത്തിന്റെ ദിവസമാണ്. അതിന്റെ പിറ്റേ ദിവസം നീ എന്തുകൊണ്ട് മദ്യപിക്കുന്നു ചോദിച്ചാൽ എന്ന് പറയും, ഞാൻ വെറുതെ ഇരുന്നു കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറയും. ഇത് തന്നെയാണ് പാപം ചെയ്യുന്നതായ ഓരോ വ്യക്തികളും. നമ്മൾ ആരെങ്കിലും കുറിച്ച് നമ്മൾ മോശം സംസാരിക്കുമ്പോൾ നമ്മൾ പറയും, ഞാൻ വെറുതെ അവനെ കുറിച്ച് പറഞ്ഞതല്ലേ എന്ന് പറയും. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ടതായ ഒരു നഗ്ന സത്യം എന്ന് പറയുന്നത്, യഹോവയെ ദൈവം ഇസ്രായേൽ ജനങ്ങളോട് അന്ന് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പാപം ചെയ്യുന്നത് കൊണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തെറ്റ് ചെയ്യുന്നത് കൊണ്ട്, നിങ്ങൾ യഹോവയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒരു സുഖവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തില്ല, നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന വചനം പറയുകയാണ്. എന്തുകൊണ്ടാണ്? കാരണം അവന്റെ മുടി തൊട്ട് കാൽ വരെയും അവൻ എന്താണ്? രോഗങ്ങളാണ്. അവന് സന്തോഷം എന്ന് പറയുന്നത് അവൻ എന്താണ് എന്ന് അറിയുന്നില്ല. അവന് സമാധാനം എന്താണെന്ന് അവന്റെ ജീവിതത്തിൽ അവൻ അറിയുന്നില്ല. അവന്റെ ജീവിതത്തിൽ അവൻ ചിന്തിക്കുന്നു, ഞാൻ ഇത്രയും മാറി നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, യഹോവയോട് ഞാൻ മത്സരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനമുണ്ടെന്ന് ചിന്തിക്കുന്നതായ ജനത്തെ നോക്കി യഹോവ പറയാണ്, നിനക്ക് ഒരു കാരണവശാലും എന്തില്ല, ഒരു സമാധാനവും ലഭിക്കുകയില്ല. അപ്രകാരം ഉണ്ടായിരുന്നായ ഒരു ദേശത്തേക്ക്, അപ്രകാരം ഉണ്ടായിരുന്നായ ഒരു പ്രദേശത്തേക്കാണ് നമ്മൾ വീണ്ടും വേദപുസ്തകം പഠിക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തില് ഒരു വ്യക്തി അവിടെ യഹോവയെ കാണുവാൻ വേണ്ടി വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ വീണ്ടും എസെക്കിയേലിന്റെ പുസ്തകത്തിലേക്ക് ഒരു നിമിഷം നമുക്ക് ചിന്തിച്ച് കടന്നു പോകാം. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ യഹോവയെ ദൈവം അവിടെ എസെക്കിയേൽ പ്രവാചകനോട് പറയുകയാണ്, നീ നിന്റെ വചനത്തിൽ നിന്നും ഇവരോട് സംസാരിക്കണം. ഈ ജനം എന്ത് ചെയ്യും? അവർ ജീവനുള്ളവരായി തീരുകയും അവർ മാംസവും രക്തവുമുള്ള മനുഷ്യരായി വരികയും ചെയ്യുമെന്ന് പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. അത് അപ്രകാരം നടന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇസ്രായേൽ ജനങ്ങളിൽ അവരുണ്ടായിരുന്നായ പാവം മുഖാന്തരം, ഇസ്രായേൽ ജനങ്ങൾ അവർ യഹോവയോട് മത്സരിച്ചത് മുഖാന്തരം അവരുടെ ജീവിതത്തിൽ ആത്മീയത എന്ന് പറയുന്നതായ കാര്യവും ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹവും ഇല്ലാത്തതായിരിക്കുന്ന ഒരു സമൂഹമായിട്ട് അവർ മാറുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവരുടെ ജീവിതത്തില് അവർക്ക് സന്തോഷമില്ല, അവരുടെ ജീവിതത്തില് അവർക്ക് സമാധാനമില്ല, അവരുടെ ജീവിതത്തില് അവർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങളിൽ അവർക്ക് പൂർണ്ണത എത്തുവാൻ അവർക്ക് സാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്രകാരമുള്ളതായ ആ ജനത്തിനോട്, അപ്രകാരമുള്ളതായ ആ സമൂഹത്തിലേക്ക്
കർത്താവായ യേശു ക്രിസ്തു കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ആ ദുഃഖത്തിന്റെയും ഭാരത്തിന്റെയും രോഗങ്ങളുടെയും നടുവിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനോട് തന്റെ ആവശ്യത്തെക്കുറിച്ച് ഒന്ന് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ. പരീശന്മാരുടെ കൂട്ടത്തിൽ ഇവിടെ ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു തന്റെ രാത്രിയുടെ യാമങ്ങളിൽ തന്റെ ശിഷ്യന്മാർക്ക് ഉപദേശമെല്ലാം കൊടുത്തതിന് ശേഷം താൻ ഏകനായിട്ട് ഒരു പ്രദേശത്തിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി ആര് കടന്നു വരുന്നുണ്ട്? ഒരു വ്യക്തി കടന്നു വരികയാണ്. ഈ വ്യക്തി എന്തുകൊണ്ട് കടന്നു വന്നു? അവന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കുന്നതായ കഷ്ടതകൾ, അവന്റെ ജീവിതത്തിൽ അവൻ കേട്ടിരിക്കുന്നതായ വേദപുസ്തകത്തിൽ നിന്ന് മറിഞ്ഞിരിക്കുന്നതായ ക്രിസ്തുവിനെ കുറിച്ച് അറിയുവാനും, അവൻ നോക്കുന്നതായ അവന്റെ സമൂഹത്തിൽ അന്നത്തെ ജനങ്ങൾ അനുഭവിക്കുന്നതായ ശാരീരികവും മാനസികവും ആത്മീയവുമായിരിക്കുന്നതായ തളർച്ചയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ആര്? നിക്കോദീമോസ് എന്ന് പറയുന്നതായ വ്യക്തി. അദ്ദേഹം കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അന്ന് ഇസ്രയേൽ വന്ന് തന്റെ സുവിശേഷ വേല ചെയ്യുമ്പോൾ നാം കാണുന്ന ഇസ്രയേൽ ജനം എങ്ങനെയുള്ളവരായിരുന്നു? അവര് രോഗത്തിന്റെയും ഭാരത്തിന്റെയും ദീനത്തിന്റെയും മാനസികമായിരിക്കുന്നതായ സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു ഇസ്രയേൽ ജനത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കാണുവാൻ സാധിക്കുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നു, ഒരു ദിവസം കർത്താവായ യേശു ക്രിസ്തു ഈ മലമുകളിൽ നിന്നുള്ള സുവിശേഷം അറിയിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുവാൻ വേണ്ടി എത്ര പേര് വന്നു എന്ന് പറയുന്നത്? 5000 പുരുഷന്മാർ മാത്രം അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. എത്ര പേരാണ്? 5000 പേർ അല്ലേ? ഇന്ന് ഒരു ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ വേണ്ടി എത്ര പേർ കൂടി വരും? നമ്മളൊരു കൺവെൻഷൻ നടത്തുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ പള്ളിക്കാർക്ക് കൊടുക്കണം, വണ്ടി വിട്ടു കൊടുക്കണം, അല്ലെ, ആഹാരം കൊടുക്കണം. ഇതെല്ലാം കൊടുത്താൽ മാത്രമേ ഇന്ന് എന്ത് ചെയ്യുന്നുള്ളൂ? ഇന്ന് ജനങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ കടന്ന് വരികയുള്ളൂ. ഇന്ന് ആർക്കും നല്ലത് എന്ന് പറയുന്നതായ കാര്യം ആർക്കും എന്ത് ചെയ്യില്ല? ആവശ്യം ഇല്ല, അല്ലെ? നമ്മളോട് എത്ര പേരോട് പറയാണ്, ഇപ്പൊ എന്നോട് പറഞ്ഞാൽ പോലും 1 മണിക്കൂർ മൊബൈൽ മാറ്റി വെച്ച് സ്വസ്ഥമായിട്ടിരിക്കാൻ പറഞ്ഞാൽ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? 1, 2, 3, 4. ഓക്കെ, വളരെ കുറച്ച് മാത്രമേ സാധിക്കുള്ളൂ. ബാക്കി എല്ലാവർക്കും എന്താണ്? നമ്മുടെ കുട്ടികൾക്ക് പോലും ഇന്ന് മൊബൈൽ ഇല്ലാതെ അവർക്ക് ഇരിക്കാൻ സാധിക്കില്ല. മൊബൈൽ നല്ലതാണോ ചീത്തയാണോ? രണ്ടും ഉള്ളതാണ്. കൊള്ളാവുന്നതാണെങ്കിൽ കൊള്ളും, ചീത്തയാണെങ്കിൽ നല്ലതാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഞാനിന്ന് പറയുവാൻ ഉദ്ദേശിക്കുന്നതോ, യഹോവയായ കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷവേള ചെയ്തതായ സമയം ആ ജനങ്ങൾക്ക് അവർക്ക് സമാധാനമില്ലാത്തത് കൊണ്ടും അവരുടെ ജീവിതത്തിൽ അവരുദ്ദേശിക്കുന്നതായ സന്തോഷത്തോടു കൂടെ ജീവിക്കുവാൻ പറ്റാത്തത് കൊണ്ടും അവരുടെ ജീവിതത്തിൽ രോഗങ്ങൾ ഉള്ളത് കൊണ്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആഹാരത്തിന് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുള്ളത് കൊണ്ടും അവരാരിൽ ആശ്രയിച്ചു, അല്ലെങ്കിൽ ആരെ കാണുവാൻ വന്നു? ക്രിസ്തുവിനെ കാണുവാൻ വന്നു എന്ന് നമ്മൾ കാണുന്നു. അനേക സന്ദർഭങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറഞ്ഞതായ വാക്യവും അല്ലെങ്കിൽ അവരോട് ഉപദേശിക്കുന്നതായ കാര്യവും എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ആരിൽ വിശ്വസിക്കുക? നിങ്ങളെ യഹോവയിൽ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കണം. രണ്ടാമത് കർത്താവായ യേശു ക്രിസ്തു അവരോട് എന്താ പറഞ്ഞേ? നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ വിട്ട് മാറണം. ഇന്ന് നമ്മുടെ ജീവിതത്തിലും നമ്മളോട് കർത്താവായ യേശു ക്രിസ്തു നമ്മളോട് സംസാരിക്കുമ്പോഴും യഹോവയെ ദൈവം നമ്മുടെ വചനത്തിൽ നമ്മളോട് പറയുന്നതായ കാര്യം എന്താണ്? ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. രണ്ടാമത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടതായ കാര്യം എന്ന് പറയുന്നത് നാം പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കേണ്ട വ്യക്തികൾ ആയിരിക്കണം. അപ്രകാരം നമ്മൾ ദൈവസന്നിധിയിൽ നമ്മളെ താഴ്ത്തുന്നില്ല എങ്കിൽ, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും നമുക്ക് അനുസരിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ, നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമുക്ക് എങ്ങനെയുള്ളതാണ്? അയ്യോ കഷ്ടം, അയ്യോ കഷ്ടം. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദുഃഖത്തിനും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഭാരങ്ങളും പ്രയാസങ്ങളും ഒഴിഞ്ഞുള്ളതായ സമയങ്ങൾ കാണുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാളെ കുറിച്ചുള്ളതായ വ്യാകുലതകൾ ഒഴിഞ്ഞ് നമുക്ക് സമയമുണ്ടാകുകയില്ല. നാളെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ സാമ്പത്തികമായി തകർന്നു പോകുന്നുള്ള ഒരു വിശ്വാസത്തിൽ മാത്രം ജീവിക്കുന്നതായ ഒരു ജനമായി നമ്മൾ നിൽക്കേണ്ടി വരും. അതുകൊണ്ടാണ് യഹോവയെ കർത്താവായ യേശു ക്രിസ്തു അപ്രകാരം ഉണ്ടായിരുന്ന ജനങ്ങളോട് പറയുന്നത്, ആദ്യം എന്ത് ചെയ്യുക? അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണം. അപ്രകാരമുള്ളതായ വചനങ്ങൾ കേൾത്തതായ നിക്കോദീമോസ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ സന്നിധിയിൽ വരികയാണ്. നിക്കോദീമോസ് ആരായിരുന്നു? ഒരു പ്രമാണിയായിരുന്നു, അല്ലെങ്കിൽ ഒരു പരീശനായിരുന്നു എന്നാണ് പറയുന്നത്.
പരീശൻ എന്ന് പറഞ്ഞാൽ ആരാണ്? വേദപുസ്തകത്തെ കുറിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി അതാണ് ശരിയെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു ആര്? പരീശൻ എന്ന് പറയുന്നതായ വ്യക്തി. ആ പരീശന്മാരുടെ ഇടയിൽ പോലും വേദപുസ്തകത്തെ കുറിച്ച് പരിജ്ഞാനമില്ലാത്തവരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവരുടെ ഇടയിൽ നിന്നും ദൈവത്തെക്കുറിച്ച് അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ മനസ്സിലാക്കി കടന്നു വരുന്നതായ വ്യക്തിയായിരുന്നു ആര്? നിക്കോഡിമോസ് എന്ന് പറയുന്നതായ വ്യക്തി. എന്തുകൊണ്ടാണ് നിക്കോഡിമോസ് കടന്നു വന്നത്? നിക്കോഡിമോസ് വെറുതെ കർത്താവിന്റെ സന്നിധിയിൽ വന്നതല്ല. നിക്കോഡിമോസ് ചുമ്മാതെ അവിടെ ക്രിസ്തുവുണ്ട്, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞു പോയത് വ്യക്തിയല്ല. നിക്കോഡിമോസിന്റെ ജീവിതത്തിൽ അവൻ കണ്ടതായ ജനത്തെയും അവൻ കണ്ടതായ സമൂഹത്തെയും തന്റെ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്നതായ ഓരോ പ്രയാസങ്ങളുടെയും ദുഃഖത്തിന് പരിഹാരം ആരെയിലുണ്ട്? ക്രിസ്തുവിന്റെ അടുത്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വന്നതാണ് ആര്? നിക്കോഡിമോസ് എന്ന് പറയുന്ന വ്യക്തി. ആ നിക്കോഡിമോസ് ക്രിസ്തുവിന്റെ അടുക്കൽ വന്നതിന് ശേഷം ചോദിക്കുകയാണ്. അതിന്റെ രണ്ടാമത്തെ വാക്യം നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3:2. അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നിക്കോഡിമോസ് അവിടെ വന്നതിന് ശേഷം കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, എന്താണ് റബ്ബി? റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗുരു. ആരാണ് ഗുരു? നമ്മൾ ആരെയാ ഗുരു എന്ന് വിളിക്കുന്നത്? അധ്യാപകരെ നമ്മൾ ടീച്ചർമാരെന്ന് പറയും അല്ലെ? എന്തുകൊണ്ടാണ്? കാരണം അവര് അറിയാവുന്ന വിഷയത്തിൽ അത് ഏറ്റവും കൂടുതൽ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതായിരിക്കുന്ന വ്യക്തിയാണ് നമ്മൾ ഗുരു അല്ലെങ്കിൽ റബ്ബി എന്ന് വിളിക്കുന്നത്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു എന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നതായ നിക്കോഡിമോസ് ആരായിരുന്നു? അവനൊരു പ്രമാണിയായിരുന്നു, അവനൊരു പരീശനായിരുന്നു. അവൻ എല്ലാത്തിനെയും കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെ വന്ന് കർത്താവായ യേശു ക്രിസ്തുവിനോട് പറയുകയാണ്, ഞാനല്ല ഈ വേദപുസ്തകത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്, ഞാനെന്ന വ്യക്തിയല്ല ഈ യഹോവയെ കുറിച്ച് അധികം സംസാരിക്കുന്നത്, ഞാനെന്ന് പറയുന്ന വ്യക്തിയല്ല മറ്റുള്ളവർക്ക് സുവിശേഷം അറിയിക്കുന്നത്, പിന്നെ ആരാകുന്നു? ക്രിസ്തുവാണ് എന്ന് പറയുകയും അവനെ ഗുരു എന്ന് വിളിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം അവനോട് ചോദിക്കുകയാണ്, നീയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്നത് എനിക്കറിയാം, ഞാൻ രക്ഷപ്പെടുവാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ ആത്മീയമായിട്ട് ഞാൻ ബലപ്പെടുവാൻ, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മുറിവുകളെ എനിക്ക് മുറിച്ച് കെട്ടുവാൻ, എന്റെ ജീവിതത്തിൽ വന്നിരിക്കുന്ന ദുഃഖങ്ങളെയും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റിവെക്കുവാൻ, എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവികമായിട്ട് മുന്നോട്ട് പോവാൻ എന്ത് ചെയ്യണമെന്ന് അവനോട് ചോദിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ഈ ചോദ്യം നിക്കോഡിമോസ് വെറുതെ വന്ന് ചോദിക്കുന്നതല്ല, ആണോ? അവന്റെ ജീവിതത്തിലെ ആവശ്യമായിരുന്നു, ഞാൻ രക്ഷപ്പെടുവാൻ ഞാൻ എന്ത് ചെയ്യണം. അവന് പണത്തിന് കുറവുണ്ടായിരുന്നു, വീട്ടിലെ വേലക്കാരന് കുറവുണ്ടായിരുന്നു, സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ അവന്റെ മുന്നിൽ നമസ്കരിക്കുന്ന അല്ലെങ്കിൽ അവനെ വണങ്ങുന്ന ഒരു ജനമുണ്ടായിരുന്നു അല്ലേ? ഇതൊക്കെയും ഉണ്ടായിരുന്ന നിക്കോഡിമോസ് പറയുകയാണ്, എനിക്ക് എന്റെ ജീവിതത്തിൽ ഇതല്ല രക്ഷ എന്ന് പറയുന്നത്, പിന്നെ ആരാണ്? അതിലും വലിയൊരു രക്ഷയുണ്ട്, ഞാനത് കാണണം, മനസ്സിലാക്കണം എന്ന് പറഞ്ഞ് ആരുടെ സന്നിധിയിലേക്ക് വരുന്നു? ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതായ കാര്യം, ഹിസ് ക്വസ്റ്റ്യൻ വാസ് ജെന്യുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചോദ്യം അവന്റെ ഹൃദയത്തിൽ നിന്നും വന്നത് തന്നെയാണ്. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ മാറ്റമില്ലാത്തതായ ദൈവത്തിന്റെ വചനങ്ങൾ നമ്മൾ കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നതായ സമയങ്ങളിൽ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചു പോകുന്നതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ഈ പ്രാർത്ഥന ഒരു ചടങ്ങ് തന്നെ ആയിക്കോട്ടെ, രാവിലെ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുക, വൈകുന്നേരം പ്രാർത്ഥിക്കുക, കിടക്കുക. ചില സമയം നമ്മൾക്ക് സമയമില്ല എങ്കിൽ, ഞാൻ ഇന്നലെ എന്റെ സഭയിൽ പറഞ്ഞതുപോലെ ഒരു വ്യക്തി പ്രാർത്ഥിച്ച് കിടക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് സമയമില്ലാതെ കിടക്കുമ്പോൾ ഇങ്ങനെ പറയാണ്, കർത്താവേ, മത്തായി മുളക്കാൻ പോകുന്നു, കാത്ത് കൊള്ളണം. ഇതാണ് പലപ്പോഴും നമ്മുടെ ആത്മീയത, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം രോഗത്തിലും ദുഃഖത്തിലും ഭാരത്തിലും പ്രയാസത്തിലും നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മുറിവുകളെ നാം കെട്ടി ഉണക്കാതെയും നമ്മുടെ ജീവിതത്തിലെ ആത്മീയമായിരിക്കുന്ന മുറിവുകളെ നമ്മൾ അത് മനസ്സിലാക്കാതെയും നാം ഇന്നും നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുന്നത് ഈ ലോകത്തിലെ സുഖങ്ങളും ഈ ലോകത്തിലെ സമ്പാദ്യമാണ്, അത് ഏറ്റവും അനുഗ്രഹമെന്ന് ചിന്തിക്കുന്നതായ സമയത്ത് യഹോവയുടെ സന്നിധിയിൽ ഇതൊക്കെയും ഉണ്ടായിരുന്ന നിക്കോഡിമോസ് വന്നിട്ട് പറയുകയാണ്, ഞാൻ നിത്യജീവൻ പ്രാപിപ്പാൻ എന്തു ചെയ്യണം?
ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത്? ഇന്ന് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുവാൻ എന്തിനാണ് വേണ്ടി പോകുന്നത്? സമാധാനം മാത്രമാണോ? അല്ല, കാശിന് വേണ്ടിയിട്ടാണ് പോകുന്നത്, പണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ പല പുരോഹിതന്മാരും വിശ്വാസികളെയും പല പുരോഹിതന്മാരും ജനത്തെയും വഴിതെറ്റിക്കുന്നത് എന്താണ്? മിനിസ്ട്രി ഓഫ് പ്രോസ്പെറിറ്റി. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ, നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ദൈവം സ്വത്തും കാറും പണവും ഒക്കെയും നൽകുമെന്നുള്ളതായ ഒരു അന്ധമായിരിക്കുന്നതായ പഠിപ്പീരോടുകൂടിയാണ് ഇന്ന് പലപ്പോഴും പലരെയും എന്ത് ചെയ്യുന്നത്? അവർ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത്. നിത്യജീവനെ കുറിച്ചും ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും സത്യവചനങ്ങളെക്കുറിച്ചും കൽപ്പനകളെക്കുറിച്ചും ഇന്ന് എത്ര വ്യക്തികൾ വളരെ കൃത്യമായിട്ട് ജനങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് കാറ് കിട്ടും, ഞാൻ ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചാൽ എനിക്ക് ഭവനം കിട്ടും, ഇപ്രകാരമുള്ളതായിരിക്കുന്നതായ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഇന്ന് പല വ്യക്തികളും ആരിലേക്ക് വരുന്നത്? ക്രിസ്തുവിലേക്ക് വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നെ കേൾക്കുന്നതായ ജനമേ, ഈ പ്രദേശത്തുള്ളതായ ഓരോ വ്യക്തികളും എന്നെ കേൾക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നിങ്ങളോട് ഇന്ന് സത്യദൈവത്തിന്റെ കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളുണ്ട് എങ്കിൽ യഹോവയായ കർത്താവ് പറയുകയാണ്, ആദ്യം അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ. ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതായ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിപ്പിൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കമുള്ളവരാണ് ഈ തീരുമെന്ന് വചനം നമ്മളോട് സംസാരിക്കുകയാണ്. നിക്കോദിമോസിനോടും യഹോവയെ ദൈവം അവനോട് പറഞ്ഞിരിക്കുന്നതായ കാര്യം എന്താണ്? അതിന്റെ 4-ാമത്തെ വാക്യം വായിക്കാം. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? നീ പുതിയതായി ജനിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിന്നുണ്ടായിരിക്കുന്നതായ വീഴ്ചകളിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ അറിഞ്ഞും ദൈവത്തിന് ഹിതമല്ലാത്തതായ പ്രവൃത്തികൾ നാം ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നാം എന്ത് ചെയ്യണം? മാറണം. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവവുമായിട്ട് ഒരു ആത്മബന്ധം നമുക്ക് ഉണ്ടായിരുന്നില്ല എങ്കിൽ നമ്മൾക്കത് ഉണ്ടാകണമെന്ന് കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്താണ് നിക്കോദെമോസിനോട് പറഞ്ഞത്? നീ വീണ്ടും ജനിക്കണം. യു നീഡ് ടു ബി ബോൺ അഗെയിൻ എന്നാണ് പറയുന്നത്. ബോൺ അഗെയിൻ. ജീവിതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോട് കൂടെ നമുക്ക് നടക്കുവാൻ നമുക്ക് ഇതുവരെ സാധിച്ചില്ല എങ്കിൽ, ക്രിസ്തുവിന്റെ കൽപ്പനകൾ നമുക്ക് അറിയുവാൻ നമുക്ക് സാധിച്ചില്ല എങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവം നമ്മളോട് പറയുകയാണ്, നിനക്കെന്തുണ്ടാവണം? നീയും വീണ്ടും ജനിക്കേണ്ടതായ സമയം അടുത്തിരിക്കുന്നു. എന്തുകൊണ്ടാ കാരണം? കാലം അധികം ഇല്ല. കർത്താവായ യേശു ക്രിസ്തു പെസഹ ദിവസത്തിൽ ഒലിവ് മലയിൽ തന്റെ ശിഷ്യന്മാരുമായിട്ടിരുന്നപ്പോൾ ഒലിവ് മലയിൽ നിന്നുകൊണ്ട് അവിടുത്തെ ദേവാലയത്തെ നോക്കിക്കൊണ്ട് തന്റെ ശിഷ്യന്മാരൊക്കെയും ഏറ്റവും മനോഹരമായിരിക്കുന്നതായ ദൃശ്യം കണ്ട് വളരെയധികം സന്തോഷിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. പക്ഷെ കർത്താവായ യേശു ക്രിസ്തു ആ ഒലിവ് മല നോക്കി എന്താ ചെയ്തത്? വിലപിച്ചു എന്ന് പറയുന്നു. എന്തുകൊണ്ടാ കാരണം? അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളൊക്കെയും പെസഹയുടെ സന്തോഷത്തിലും ആർപ്പിന്റെ ഉച്ചത്തിൽ ഉള്ളതായ വിളികളിലും തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അനുഭവിക്കുന്നതായ ഒരു ആത്മീയ സന്തോഷം അവിടെ ഉണ്ട് എന്ന് അവർ ചിന്തിക്കുമ്പോൾ, മറ്റ് ജനങ്ങളൊക്കെയും അവിടെ അതിൽ ആനന്ദം കണ്ടെത്തുമ്പോൾ ആര് മാത്രം കരഞ്ഞു? യേശു ക്രിസ്തു മാത്രം കരയുകയാണ്. എന്തുകൊണ്ടാ കാരണം? ആ ദേവാലയം ഇനി കുറച്ചു നാളുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നശിച്ച് ഇല്ലാതെയായി തീരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ക്രിസ്തു കരഞ്ഞത് എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് അറിഞ്ഞതായ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, ദൈവമേ, നിന്റെ വരവ് എപ്പോൾ? കർത്താവ് അതിനൊക്കെയും അടയാളങ്ങൾ കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. മത്തായിയുടെ സുവിശേഷം നമുക്ക് സമയമില്ല, 24-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന ആ സമയം അനേക കാര്യങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. അതിൽ 4-ാമത്തെ വാക്യത്തിൽ കർത്താവ് യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളെ വഴിതെറ്റിപ്പാൻ ആര് വരും? അനേകർ വരും. അവരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു കാരണവശാലും വിശ്വസിക്കരുത് എന്ന് ക്രിസ്തു പറയുകയാണ്. ഇന്ന് നമ്മൾ കൂനിന്മേൽ തൂണ് മുളയ്ക്കുന്നത് പോലെ അനേക സഭകളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലെ? ഞാനൊരിക്കലും എൻ്റെ ഒരു സുഹൃത്തിനെ കണ്ട സമയത്ത് അത് ചോദിക്കുന്ന പരിപാടി, ഞാനും പാസ്റ്ററായി, പെട്ടെന്ന് പാസ്റ്ററായി അല്ല, ഞാൻ എന്നെ പാസ്റ്ററായിട്ട് ഇപ്പം പ്രശ്നമായതുകൊണ്ട് ഞാൻ പുതിയൊരു സഭ തുടങ്ങി. എന്താ പറഞ്ഞ? ഞാൻ എന്നെ പാസ്റ്ററായിട്ട് പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഞാനൊരു പുതിയ സഭ തുടങ്ങി.
ഇന്ന് ജനങ്ങളെ വഴിതെറ്റിക്കുവാൻ വേണ്ടി ആത്മീയമായിരിക്കുന്നതായ സത്യവചനങ്ങളെ കൊടുക്കുവാൻ ആഗ്രഹിക്കാത്തതായ ഒരു കൂട്ടം ശുശ്രൂഷകന്മാരെയാണ് നമ്മൾ കാണുന്നത്. അല്ലേ? ശരിയാണോ? ഇന്ന് എത്ര വ്യക്തികൾ കൃത്യമായിട്ട് വേദപുസ്തകത്തിൽ നിന്ന് നമ്മളോട് സംസാരിക്കാറുണ്ട്? ഇതാണ് ശരിയെന്നും ഇതാണ് തെറ്റെന്നും നിങ്ങൾ ചിന്തിക്കുന്നതല്ല ദൈവീകമായിരിക്കുന്നതായ ജീവിതമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും നിങ്ങൾ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അനുഗ്രഹിക്കമുള്ളവരായിത്തീരുമെന്നും എത്ര പേര് പറയുന്നുണ്ട്? ഇന്ന് പലപ്പോഴും ജനങ്ങളെ എന്താണ് പറഞ്ഞു വിശ്വസിപ്പിക്കുന്നത്? നിങ്ങൾ ഇത് ചെയ്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഒരു വ്യക്തി എന്നോട് പറഞ്ഞതായ കാര്യം, ഞാൻ സുഖമില്ലാതെ കടന്നതായ സമയം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള സമയം, ഞാൻ ഒരു പാസ്റ്ററോട് വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു നമ്മുടെ സഭയിലല്ല. അപ്പോൾ ആ വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ വന്ന് പ്രാർത്ഥിക്കാം, പക്ഷെ നീ എന്ത് ചെയ്യണം, എനിക്ക് 6000 രൂപ തന്നാൽ ഞാൻ വന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് പറയുകയാണ്. വചനം എന്താണ് പറയുന്നത്? ഒരുവന് ദീനമായിരുന്നു കഴിഞ്ഞാൽ അവൻ വന്ന് അവൻ തൈലം പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കും. കാശോട് പ്രാർത്ഥിക്കാനാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞത്, അന്ത്യകാലത്ത് നീ നോക്കുമ്പോൾ കർത്താവിന്റെ നാമം എടുത്തു വരുന്ന അനേക വ്യക്തികളെ നിനക്ക് കാണുവാൻ സാധിക്കും. പക്ഷേ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് നമ്മളോട് അവിടെ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, അവർ നിങ്ങളെ എങ്ങനെയാണ് നയിക്കുന്നത്? വഴി തെറ്റിക്കുവാൻ വേണ്ടി തന്നെയാണ് വരുന്നത്. അവരൊരു കാരണവശാലും നിങ്ങളോട് കൽപ്പനകളെ കുറിച്ചോ ഒരു കാരണവശാലും കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചോ ഉള്ളതായ കാര്യങ്ങൾ പറയുന്നില്ല. പിന്നെ എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചകൾ ഈ ഭൗതിക നാട്ടിൽ മാത്രം ഉണ്ടാകുമെന്നതിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. എത്ര പേർ നിങ്ങൾ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോകുമെന്നതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്? നമ്മൾ ചിന്തിക്കുമ്പോൾ നിക്കോഡീമോസിന്റെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് കാരണം? നിക്കോഡീമോസിന്റെ കാലഘട്ടത്തുണ്ടായിരുന്നായ പുരോഹിതന്മാരും പരീശന്മാരും ശാസ്ത്രിമാരും അന്ന് അവരെ കുറിച്ച്, സ്വർഗത്തിനെ കുറിച്ചോ ദൈവത്തിനെ കുറിച്ചോ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചോ ഒന്നും അവരോട് സംസാരിക്കുന്നില്ല. പിന്നെ എന്താണ് പറഞ്ഞത്? നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ വന്നാൽ, നിങ്ങൾ അവിടെ സമ്പാദ്യം നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് വേണ്ടി നിങ്ങൾ പാപയാഗങ്ങൾ നിങ്ങൾ അർപ്പിച്ചാൽ, നിങ്ങൾ ഇവിടെ ഈ ഭൂമിയിൽ മാത്രം നിങ്ങൾക്ക് രക്ഷയുണ്ടാകും. ആ തെറ്റായ പഠിപ്പീരിനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് നിക്കോഡിമോസ് ആരിലേക്ക് വരുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് വന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് സംസാരിക്കുകയും കർത്താവായ യേശുക്രിസ്തുവിനുള്ള വചനങ്ങൾ കേട്ടുകൊണ്ട് നിക്കോഡിമോസ് അവിടെ നിന്ന് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. വീണ്ടും നമ്മൾ യോഹന്നാന്റെ പുസ്തകം നമ്മൾ വായിക്കുന്ന സമയം നമുക്ക് അതിന്റെ 8-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്ന സമയം കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം കൂടെ ഇസ്രായേൽ ജനങ്ങളോട് പറയുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. നമുക്ക് വായിക്കാം. അതിന്റെ 23-ാമത്തെ വാക്യം. അതിന്റെ 30-ാമത്തെ വാക്യം തൊട്ട് നമുക്ക് വായിക്കാം. അവർ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എന്റെ വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ നിങ്ങൾ വാസ്തവമായി എന്റെ ശിഷ്യന്മാരായി എന്ന് ആര് പറയുന്നു? ആരാ പറഞ്ഞേ? സ്വതന്ത്ര സഭയാണോ പറയുന്നത്? അല്ലെങ്കിൽ മറ്റുള്ള സഭകളാണോ പറയുന്നത്? അല്ല. ഇവിടെ വളരെ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നു എങ്കിൽ നിങ്ങൾ ആരാകുന്നു? എന്റെ ശിഷ്യന്മാർ ആകുന്നു. എന്നിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? കർത്താവ് യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നതായ പ്രമാണങ്ങളും ചട്ടങ്ങളും നമ്മൾ ആചരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവരാണ് എങ്കിൽ മാത്രമേ നമ്മൾ ആരാകുന്നുള്ളൂ? ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ആകുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച ഒരു ദിവസം അമ്മ എനിക്ക് ഇഡ്ഡലി ഉണ്ടാക്കി തന്ന സമയത്ത് കുറച്ച് ഇഡ്ഡലി വെന്തില്ല. അപ്പം ഞാനത് കഴിക്കാൻ വേണ്ടി എടുത്തപ്പോൾ ഇച്ചിരി മാവൊക്കെ ആയപ്പം ഞാൻ പറഞ്ഞു, മമ്മിക്ക് വേറെ പണിയൊന്നുമില്ലേ,
നോക്കുമ്പോൾ എന്താ ആഹാരം ഉണ്ടാക്കുമ്പോൾ അത് സൂക്ഷിച്ചുണ്ടാക്കണം, അല്ലെങ്കിൽ അത് വെന്തോ എന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനത് മാറ്റി വെച്ചു. മമ്മി പറഞ്ഞു നീ കുറച്ച് വെയിറ്റ് ചെയ്യും, ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. രണ്ടാമത് എനിക്ക് ഒരു ഇഡ്ഡലി ഉണ്ടാക്കി തന്നപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കി, അത് നല്ല പാകത്തിന് വേവിച്ചുണ്ടാക്കി തന്നപ്പോൾ എനിക്ക് കഴിക്കാൻ എനിക്കത് സാധിച്ചു. ഇന്ന് പല ക്രിസ്ത്യാനികളും പല വിശ്വാസങ്ങളും എങ്ങനെയുള്ളതാണ്, ആ പകുതി വെന്ത ഇഡ്ഡലിയിൽ പകുതി വെന്ത ആഹാരത്തിന് തുല്യം. യഹോവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അപ്രകാരമുള്ളതായ ദൈവവിശ്വാസികളോടും അപ്രകാരമുള്ളതായ ആരാധനയും യഹോവയ്ക്ക് അറപ്പാകുന്നു അല്ലെങ്കിൽ വെറുപ്പാകുന്നു എന്നാണ് വചനം പറയുന്നത്. പകുതി വെന്ത ഇഡ്ഡലി ആരെങ്കിലും കഴിക്കൂ? അയ്യോ അത് ആഹാരമല്ലേ, ഞാനത് കഴിക്കട്ടെ, അത് വേസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നിൽക്കൂ? നമ്മളെന്ത് ചെയ്യും? നമ്മളത് വേണ്ട, നമുക്കത് വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയും. വചനവും നമ്മളോട് ഇത് തന്നെയാണ് പറയുന്നത്. ദൈവത്തിന്റെ വചനത്തെ നമ്മൾ അനുസരിക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ പ്രമാണങ്ങളെ നമ്മൾ പൂർണ്ണമായും അനുസരിക്കുന്നുവെങ്കിൽ, യഹോവയായ ദൈവം കർത്താവായ യേശുക്രിസ്തു ഇവിടെ പറയുകയാണ്, നിങ്ങൾ അപ്രകാരം വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആരാകുന്നു? എന്റെ ശിഷ്യന്മാർ ആകണം. എന്റെ ശിഷ്യന്മാരാകണമെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ പ്രമാണിക്കുകയും ഞാൻ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമേ ക്രിസ്തുവിന്റെ ശിഷ്യന്മാരെ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ ആരായിരിക്കും? ഈ പകുതി വെന്ത ഇഡ്ഡലി പോലെ ഇരിക്കും. ആളുകൾക്ക് ഇഷ്ടപ്പെടുമോ? ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടാ കാരണം? പകുതി വെന്താണ് എല്ലാം ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്നു ദൈവജനമേ, ഇന്ന് ഈ പ്രദേശത്ത് നമ്മൾ വചനവുമായി നിൽക്കുമ്പോൾ യഹോവയെ ദൈവം നമ്മളോടും പറയുന്നതായ കാര്യം ഇതാണ്, നമ്മൾ ആരും പകുതി വെന്ത ഇഡ്ഡലിയോ പകുതി വെന്ത ആഹാരമോ ആയിരിക്കുവാൻ ആരാഗ്രഹിക്കുന്നില്ല. യഹോവയെ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൽ വിശ്വസിക്കുകയും പൂർണ്ണമായും ദൈവത്തിന്റെ കൽപ്പനകളെയും പ്രമാണങ്ങളെയും അനുസരിക്കുന്ന മക്കളായിരിക്കുവാൻ വേണ്ടി ദൈവം നമ്മളോട് ആഗ്രഹിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതിനുശേഷം നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ 34-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഇവിടെ യഹോവ ദൈവം പറയുകയാണ് അവിടെ കൂടിയിരുന്ന ജനങ്ങളോട്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്ന എല്ലാവരും ആരാകുന്നു? പാപത്തിന്റെ ദാസന്മാർ ആകുന്നു. ഇവിടെ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന എന്താണ്? കൽപ്പനാലംഘനം പാപം, പാപത്തിന്റെ ശമ്പളം മരണം, അല്ലെ? അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇന്ന് ഈ ദേശത്തോടും നമ്മളോടും പറയുന്ന കാര്യം, നമ്മൾ ആരും എന്ത് ചെയ്യരുത്? പാപം ചെയ്യരുത്. കൽപ്പനകൾ എത്രയുണ്ട്? 10 കൽപ്പനകളുണ്ട്. ഇന്ന് അതല്ല, കർത്താവായ യേശുക്രിസ്തു അതിലും കൂടുതൽ കൽപ്പനകൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10 അനുസരിക്കാൻ പറ്റാത്തവർക്ക് 100 കൂടുതൽ അനുസരിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ നമ്മുടെ കുട്ടിയോട് പറയാൻ ഇനി 10 മണി കഴിഞ്ഞ് വീട്ടിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു കാര്യം പോലും അനുസരിക്കാത്ത കുട്ടിയോട് നിങ്ങൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞാൽ അനുസരിക്കുമോ? ചെയ്യോ? ഇല്ല. ഈ 10 അനുസരിക്കാൻ പറ്റാത്തവരോട് 110 118 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരനുസരിക്കുമോ? പറ്റുമോ? ആരൊന്നും പറയുന്നില്ല. ഇല്ല. വളരെ സിമ്പിൾ ആയിരിക്കുന്ന കാര്യമാണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈ 10 ഒന്ന് അനുസരിച്ച് നോക്കണം. അതിന്റെ അനുഗ്രഹം ദൈവം നമുക്ക് നൽകുന്നുവെങ്കിൽ, നിങ്ങൾ പറയുന്നതായ കൽപ്പനകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് വിശ്വസിക്കുകയും നിങ്ങൾ പ്രമാണിക്കുകയും ചെയ്തോ. ഫസ്റ്റ് ലെറ്റ് us do 10, അല്ലെ? ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? ഈ 10 നമുക്ക് പ്രവർത്തിച്ച് നോക്കണം. എന്നെ കേൾക്കുന്നതായ ദൈവമക്കളെ, ഇന്ന് ഈ പ്രദേശത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ നിക്കോഡിമോസിനെ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കേണ്ടതായ ഏറ്റവും വലിയ ചോദ്യമുണ്ട്, ഞാൻ രക്ഷ പ്രാപിക്കുവാൻ എന്ത് ചെയ്യണം? ഇന്ന് കർത്താവായ യേശുക്രിസ്തു എന്നോടും നിങ്ങളോടും പറയുന്നതായ കാര്യമാണ്, നിനക്ക് രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ ഇന്ന് തന്നെ നിന്റെ ജീവനെ നീ ആളിലേക്ക് കൊടുക്കണം? ക്രിസ്തുവിലേക്ക് കൊടുക്കണം. ഞാൻ വേദപുസ്തകത്തിൽ നിന്നും ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ വായിക്കുന്ന സമയം, അവിടെ മഗ്ദലേക്കാരി മറിയ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ അവിടെ പിടിച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും അവനെ കൊല്ലുവാൻ വേണ്ടി കല്ലുകളുമായി നിൽക്കുകയും കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുത്ത് പറയുകയാണ്, ഇവൾ തെറ്റ് ചെയ്തവളാണ്, ഇവളെ ഞങ്ങൾ കൊല്ലുവാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ, തന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ശ്വാസം എടുക്കുവാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നതായ മഗ്ദലേക്കാരി മറിയെ നമ്മൾ അവിടെ കാണുവാൻ സാധിക്കുന്നു. തന്റെ ജീവിതത്തിൽ താൻ ചെയ്തിരിക്കുന്നതായ പാപങ്ങളെ കുറിച്ച് ഓർക്കുന്നതായ മഗ്ദലേക്കാരിയെ കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ജീവിതത്തിൽ താൻ ഇനി ഒരിക്കലും
ഈ ഭൂമിയിലുള്ളതായ ഒരു സുഖങ്ങളും അനുഭവിക്കാൻ പറ്റാത്തതായ ഒരു മക്കളെ കാര്യം അറിയാൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. തന്റെ ജീവിതത്തിൽ എപ്പോഴാണ് ആ ഒരു കല്ല് തന്റെ ശരീരത്തിൽ വന്ന് പതിച്ച് വേദനയോടുകൂടെ പിടഞ്ഞ് മരിക്കുവാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നതായ മക്കളെ കാര്യം അറിയാണ് നമ്മൾ അവിടെ കാണുവാൻ സാധിക്കുന്നത്. അവളെ കല്ലെറിയുവാൻ വേണ്ടി നിൽക്കുന്നതായ പുരുഷാരം, അവിടെ കല്ലെറിയുവാൻ വേണ്ടി നിൽക്കുന്നതായ ജനം, അവർ വളരെയധികം ഒരുക്കമുള്ളവരായി നിൽക്കുകയാണ്. കാരണം എന്താണ്? അവർ പാപികളല്ല എന്നുള്ളതായ ഒരു ചിന്തയിൽ അവർ നിൽക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. അഥവാ യേശുക്രിസ്തു എന്ത് ചെയ്തു? മക്കളെ കാര്യം മറിയെ അനുകൂലിക്കാൻ പോയോ? കല്ലെറിയാൻ വന്നവരെ അനുകൂലിക്കാൻ പോയോ? ഇല്ല. കർത്താവായ യേശുക്രിസ്തു വചനം പറയുന്നു, ഹി സ്റ്റൂപ്പ് ഡൗൺ എന്ന് പറയുന്നത്. കർത്താവായ യേശുക്രിസ്തു തന്നെ താഴ്ത്തി ആ ഭൂമിയിൽ അല്ലെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പാപങ്ങളെ കുറിച്ച് എഴുതുന്നതായ സമയം, മക്കളുടെ കാര്യം മറിയം മാനസാന്തരത്തിന്റെ ഒരു സമയമാണ് ദൈവം അവിടെ കൊടുത്തു എന്നും കാണുവാൻ സാധിക്കുന്നു. അവളുടെ ഹൃദയത്തിൽ അവൾ എന്തായിരുന്നു? അവൾ വിങ്ങി പൊട്ടുകയായിരുന്നു. ഞാൻ ചെയ്തിരിക്കുന്നതായ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ളതായ പാപബോധത്തിൽ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവളുടെ ജീവിതത്തിൽ അവൾ അഗ്നിപരീക്ഷയിൽ അവൾ നിൽക്കുമ്പോൾ തന്റെ ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തതായ ഒരു അനുഭവത്തിലാണ് മക്കളിലെ കാര്യം അറിയിരിക്കുന്നത്. ആരെ പോലെ? എസെക്കിയേൽ പ്രവാചകൻ കണ്ടിരിക്കുന്നതായ ആ ഒരു ദർശനം പോലെയായിരുന്നു മക്കളിലെ കാര്യം മറിയയുടെ അവസ്ഥ. എങ്ങനെയുള്ളതായിരുന്നു? ഉണങ്ങി അസ്ഥികളുള്ളതായ താഴ്വരയായിരുന്നു അപ്പോൾ മക്കളിലെ കാര്യം മറിയയുടെ ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു അവിടെ എഴുതുന്ന സമയം അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ചതായ രോഗങ്ങളുടെയും അവൾ അനുഭവിച്ചതായ മാനസിക ക്ലേശങ്ങളുടെയും അവൾ അനുഭവിച്ചിരുന്നതായ ദുഃഖങ്ങളുടെയും പ്രയാസങ്ങളെയും കർത്താവായ യേശുക്രിസ്തു അവിടെ കഴുകി അവളെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോഴാണ് മറ്റുള്ളവർക്ക് മനസ്സിലായത് അവർ ചെയ്ത പാപത്തെക്കുറിച്ച് കർത്താവ് ബോധം കൊടുത്തു എന്ന് കാണുവാൻ സാധിക്കുന്നു. വേദപുസ്തകം എന്നാണ് പറയുന്നത്? ഓരോരുത്തരുടെയും പാപങ്ങൾ അവിടെ എഴുതുമ്പോൾ അവർ മുറുകെ പിടിച്ചതായ കല്ലുകൾ അവരറിയാതെ അവരുടെ കയ്യിൽ നിന്നും നിലത്ത് വീണു. അല്ലെ? കുറച്ചു കഴിഞ്ഞപ്പോൾ കർത്താവായ യേശുക്രിസ്തു മറിയെ നോക്കുമ്പോൾ മറിയ എങ്ങനെയുള്ളവരായിരുന്നു പറയുന്നത്? അവളുടെ ജീവിതം തകർന്നും നുറുങ്ങിയും ഇരുന്ന സമയം, ഇനി അവൾക്ക് ജീവിതം എന്താണ് എന്ന് പോലും അറിയാത്തതായ ഒരു സമയം അവളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നപ്പോൾ കർത്താവ് അവൾക്ക് എന്ത് കൊടുത്തു? ഒരു പുതിയ ജീവിതം കൊടുത്തു. It was a time of reformation എന്നാണ് പറയുന്നത്. അവളുടെ ജീവിതത്തിൽ അവൾക്ക് ഒരു മാനസാന്തരത്തിന്റെ സമയം കർത്താവ് കൊടുത്തപ്പോൾ അവൾ എങ്ങനെയുള്ള സൃഷ്ടിയായി തീർന്നു? പുതിയ സൃഷ്ടിയായി തീർന്നു. അവൾ ഉണങ്ങി വരേണ്ടതായിരുന്നതായ ആ മാംസരക്തങ്ങൾ ഇല്ലാത്തതായ ശരീരം മാറി ദൈവത്തിന്റെ ആത്മാവ് അവളിൽ പ്രവർത്തിക്കുകയും അവൾ പുതിയ സൃഷ്ടിയായി തീരുകയും അവൾ ദൈവത്തിന്റെ ആത്മാവിനാൽ അവിടെ ബലപ്പെട്ട് കടന്നു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവവിശ്വാസികളെ, എന്റെ വചനം കേട്ടതായ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം കേട്ടിരിക്കുന്നതായ ഈ ദേശത്തുള്ളതായ വ്യക്തികളെ, ഇന്ന് എനിക്ക് നിങ്ങളോട് വലുതൊന്നും അധികം സംസാരിക്കാനില്ല. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഒന്ന് ചിന്തിക്കുമ്പോൾ എസെക്കിയേൽ പ്രവാചകൻ കണ്ടിരിക്കുന്നത് പോലെ ഉണങ്ങി വരണ്ടിരിക്കുന്നതായ ഒരു താഴ്വരയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? അതോ യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുറിവും ചതവും ഉണങ്ങാത്തതായിരിക്കുന്ന മുറിവുകളൊക്കെയും ഉള്ളതായിരിക്കുന്ന വ്യക്തികളാണോ നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം നിങ്ങളോട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നതോ, നിക്കോദിമോസ് എന്ന് പറയുന്നതായ വ്യക്തിയെ പോലെ നിങ്ങൾ ക്രിസ്തുവിന്റെ സന്നിധിയിൽ ഇന്ന് നിങ്ങളെ തന്നെ താഴ്ത്തി നിങ്ങൾ പരമേൽപ്പിക്കുന്നുവെങ്കിൽ, ദൈവമേ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും നിന്നിനായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ കൽപ്പനകളെ അനുസരിക്കാത്തവനായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നിൽ നിന്ന് മകന്ന് ജീവിച്ചതായ വ്യക്തിയായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ സൗഭാഗ്യങ്ങൾ തേടിപ്പോയതായ വ്യക്തിയായിരുന്നു, എന്റെ ജീവിതത്തിൽ ഞാൻ ദൈവത്തിന്റെ പ്രമാണങ്ങൾ അനുസരിക്കാതെ എന്റെ സുഖലോലുപങ്ങൾക്ക് വേണ്ടി ഞാൻ പോയിരുന്ന വ്യക്തിയാണ് എങ്കിൽ വചനം എന്ന് പറയുന്നു, നീ ഇന്ന് മാനസാന്തരത്തിന്റെ അനുഭവം നിന്നിൽ ഉണ്ടാകണം. ആ മാനസാന്തരം നിനക്ക് സന്തോഷവും സമാധാനവും നൽകും. ആരെ പോലെ? മക്കളുടെ കാര്യം മറിയെ പോലെ. അവൾ ഭവനത്തിലേക്ക് എങ്ങനെ പോയി? അവൾ സന്തോഷത്തോടു കൂടെ പോയി. ആകയാൽ ഇന്ന് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുസരിക്കാത്ത പ്രമാണങ്ങളുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടും നാം മുന്നോട്ട് ജീവിക്കുന്നുവെങ്കിൽ നാം ഏറ്റവും അനുഗ്രഹമുള്ളവരായി തീരും. വചനം പഠിക്കുമ്പോൾ നിക്കോദിമോസും ഭവനത്തിലേക്ക് എങ്ങനെ പോയെന്നാ പറയുന്നേ? അവന് സന്തോഷത്തോടു കൂടെ പോയെന്നാ പറയുന്നത്, അല്ലെ? എസെക്കിയേൽ പ്രവാചകൻ എപ്രകാരമായി തീർന്നു എന്ന് പറയുന്നു? അവനും സന്തോഷമുള്ളവരായി തീർന്നു എന്ന് പറയുന്നു.
ആകയാൽ നാം ദൈവത്തിന്റെ വചനങ്ങളെ കേൾക്കുന്നുവെങ്കിൽ, ദൈവത്തിന്റെ വചനങ്ങളെ നാം പ്രമാണിക്കുന്നുവെങ്കിൽ, ദൈവസന്നിധിയിൽ നാം നമ്മളെ തന്നെ താഴ്ത്തി ദൈവത്തിന് കൊള്ളാവുന്ന മക്കളായി നാം ജീവിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നാമും സന്തോഷമുള്ളവരായി തീരും. ഈ ദേശത്തെ ദൈവം അപ്രകാരം അനുഗ്രഹിക്കട്ടെ. ഒരു മാനസാന്തരമുള്ളതായിരിക്കുന്ന ഒരു സമൂഹത്തെ, ഒരു മാനസാന്തരമുള്ളതായ ഒരു ജനത്തെ, ദൈവത്തെ അറിഞ്ഞുകൊണ്ടും കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ടും ജീവിക്കുന്നതായ ഒരു ജനത്തെ ദൈവം അവിടുന്ന് ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. വളരെ അനുഗ്രഹീതമായ ദൂത് നിങ്ങൾ കേട്ടു. ചൂടിൻ്റെ അസഹ്യതയും സമയത്തിൻ്റെ കൂടുതലും കൊണ്ട് എല്ലാവരും ടയേർഡായിട്ടിരുന്നാണ് ദൈവത്തിൻ്റെ വചനം കേട്ടത്. എങ്കിലും ഇതിനെ നഷ്ടമാക്കി കളയരുത് എന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഒരുപക്ഷെ ഇതേപോലൊരു ദിവസം ഇനി നമുക്ക് ലഭിക്കുകയില്ല ഇവിടെ. അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നിങ്ങൾ ശാന്തരായിരുന്ന് ക്ഷമയോടെ, കുഞ്ഞുങ്ങളൊക്കെ ക്ഷമ കെട്ടാണ് നിൽക്കുന്നത്. എങ്കിലും നിങ്ങളത് ഇത് ശരിയായിട്ട് കേട്ടുവെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഒരു സംശയമില്ല, ഈ അന്ത്യകാലത്ത് ഈ ദൂത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു പരിശുദ്ധാത്മ ശക്തി നിങ്ങൾക്ക് തരികയും ജീവിക്കുന്ന ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ ഒരു മാനസാന്തര അനുഭവത്തിലൂടെ രുചിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ നമുക്ക് മടങ്ങി വന്ന് നിക്കോദെമോസിനെ പോലോട് പറയാം, ആ വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മെ സഹായിക്കട്ടെ. ഈ ദൂത് ഘോഷിച്ചതായ പ്രിയദാസനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ മകനെ എടുത്ത് ഉപയോഗിച്ചുവല്ലോ. നമുക്ക് ഏവർക്കും സ്വസ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇതിന്റെ അവസാനമായി നമുക്ക് പാടാം, യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വാനമേഘയെ വെളിപ്പെടുവാൻ കാലമാസന്നമായി പ്രിയരെ എന്ന പാട്ട് നമുക്ക് ചേർന്ന് പാടി നമ്മുടെ പ്രിയ സർക്കിൾ ലീഡറുമായിട്ട് പ്രാർത്ഥിച്ച് കർത്തൃ പ്രാർത്ഥന ചൊല്ലി ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. ശാന്തമായി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ ഇരിക്കുക. ഉച്ചഭക്ഷണം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് അതിനായിട്ട് പോകാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാൻ വാനമേഘയെ വെളിപ്പെടുവാൻ ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. കാലം ആസന്നമായി പ്രിയരെ ഒരുങ്ങാം വിശുദ്ധിയോടെ. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതെ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടതെ കാണുന്ന മന്നാളിൽ പ്രിയ പൊന്മുഖം. ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോ യേശുവരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. യേശുവരാൻ കാലമായി രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയം. മരണമതും തെയ്യം നീ ഭയപ്പെടാതെ. തെയ്യം നീ ഭയപ്പെടാതെ. മണ്ണോട് ചേർന്നാൽ രൂപാന്തരം പ്രാപിക്കും. ദൈവം മണ്ണോട് ചേർന്നാലും രൂപാന്തരം പ്രാപിക്കും. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം. ചേരുന്ന വേഗത്തിൽ ഇമ്പവിടത് കാണുന്ന മന്നാളിൽ പ്രിയൻ പൊന്മുഖം.
കേട്ടിരുപ്പോ ചാടി ഉയർത്തും വിശുദ്ധരെല്ലാം കാഹളനാദം കേട്ടിരുപ്പോ ആരിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ആരിൽ പാർത്തിടുന്ന മന്നാളിൽ രൂപാന്തരം പ്രാപിക്കും ചേരുന്ന വേഗത്തിൽ ഇൻപ വീണത് കാണുന്ന മന്നാളിൽ പ്രിയപ്പെടുക ചേരുന്ന വേഗത്തിൽ ഇൻപ വീണത് കാണുന്ന മന്നാളിൽ പ്രിയപ്പെടുക നമ്മെ ചേർക്കുവാൻ മധ്യവാടി അസന്നമായി പ്രിയരേ അസന്നമായി പ്രിയരേ വിശുദ്ധ ശബദിനെ സൃഷ്ടികർത്താവ് ഞങ്ങളെ ഏറ്റവും അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട പിതാവേ ദൈവമേ, ഈ സമയം സ്വർഗത്തിലെ ദൂതന്മാരും വിശുദ്ധന്മാരും യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്നാർത്തുകൊണ്ട് അങ്ങയുടെ മുഖശോഭ കണ്ട് അങ്ങയിൽ സന്തോഷിക്കുമ്പോൾ, അങ്ങയുടെ വിശുദ്ധ ശബദിനെ വിശുദ്ധീകരിക്കുമ്പോൾ, ജീവനുള്ള ഒരു ദേശത്ത് ജീവനും ബലവും നൽകി കഴിഞ്ഞ ഒരാഴ്ച വട്ടക്കാലം കർത്താവെ ഞങ്ങളെയും ഈ ദേശത്തിലുള്ളവരെയും വിവിധ സ്ഥലങ്ങളിലായി അങ്ങ് കാത്തു പരിപാലിച്ച വൻകൃപയോർത്ത് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ആദ്യമായി ഈ ദേശത്ത് അങ്ങയുടെ സഭ കർത്താവെ സ്വർഗീയ ദൂതന്മാരും വിശുദ്ധന്മാരും ഭൂമിയിലെ ദൈവകൽപ്പന അനുസരിക്കുന്ന ദൈവസഭയും കൂടെ ചേർന്നതാണ്. ദൈവസഭയെന്നും അതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കയില്ല എന്ന് 2025 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് അരുളി ചെയ്തതുപോലെ ഈ ദേശത്ത് ദൈവത്തിന്റെ കൽപ്പനയും യേശുവിനുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം, അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്ന് മൂന്നാം ദൂതന്റെ ദൂത് ഈ 3-4 ദിവസങ്ങളിലൂടെ ഈ ദേശത്ത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ ദേശത്തെ അങ്ങ് അറിയിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അതിന്റെ ആരംഭ ദിവസമായ ശബദ്, ഇന്ന് ഈ ദിവസം വിശുദ്ധ ശബദിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ ഈ ദേശത്ത് ഇത്രയും ജനത്തെ അങ്ങ് കൂട്ടി വരുത്തിയതിനാൽ സ്തോത്രം ചെയ്യുന്നു, അങ്ങേ സ്തുതിക്കുന്നു. അത് അങ്ങയുടെ വരവോളം നിലനിൽപ്പാൻ സ്വർഗത്തിലെ ദൈവമേ, അങ്ങയുടെ സത്യ സഭയുടെ ദൂത് ഈ ദേശത്ത് ഫലം കായ്പാൻ കർത്താവെ, ഞങ്ങൾ കാക്ഷിച്ചിരിക്കുന്ന സന്ധ്യാസമയം അത് നാം വിചാരിക്കുന്നത് പോലെ അല്ല എന്ന് തിരുവെഴുത്ത് പറയുമ്പോൾ, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണണമെങ്കിൽ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കണമെന്നും, കർത്താവെ അനുസരിക്കുന്നവരാരുണ്ടെങ്കിലും ഇന്ന് മാനസാന്തരത്തിലേക്ക് വരുവാനും സ്വർഗം അവരെ കൈക്കൊള്ളുവാനും സ്വർഗം സന്തോഷിപ്പാനും ഇടവരുത്തണമെന്നും അങ്ങോട്ട് അപേക്ഷിക്കുന്നു, അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ ദൈവമേ, വിവിധ സഭകളിൽ നിന്ന് ഈ കാരക്കുളം സർക്കിളിലെ സത്യസഭയുടെ വിവിധ സഭയിൽ നിന്ന് പങ്കെടുത്തിരിക്കുന്ന അങ്ങയുടെ മക്കൾ ഈ അങ്ങയുടെ ഈ ഓഡിറ്റോറിയത്തിലുണ്ടെന്ന് അറിയുന്നു. കർത്താവെ, അവരെയും തൃക്കരങ്ങളിൽ വയ്ക്കുന്നു. ഇവിടെ നടന്ന് അങ്ങയുടെ ദാസന്മാരുടെ ദൂതുകൾ ശ്രവിച്ച ഈ ദേശത്ത് ഫലം കായ്പാൻ ഇടവരുത്തണമെന്നും, ഇതിൽ പങ്കുചേർന്ന അങ്ങയുടെ ദാസന്മാരെയും അങ്ങയുടെ ജനത്തെയും പ്രത്യേക കാരക്കുളം സർക്കിളിലെ സർക്കിൾ കൊയറിനെയും കർത്താവെ, ഇവിടെ ദൂതറിയിക്കുവാൻ വന്ന അങ്ങയുടെ ദാസന്മാരുടെ മേലും ഇവിടെ പ്രയത്നിച്ച ഓരോ അങ്ങയുടെ ദാസന്മാരുടെ മേലും ഈ വചനം കേട്ട് അനുസരിക്കുന്ന ഓരോ മക്കളുടെ മേലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ പകർന്നുകൊണ്ട് ഇനിയും ഈ ദേശത്ത് നിന്ന് അങ്ങയുടെ വരവിങ്കൽ അനേകായിരങ്ങൾ രക്ഷയിലേക്ക് കടന്നു വരുവാൻ ഈ ദൂത് ഈ ദേശത്ത് അനുഗ്രഹപ്രദമായിരിക്കാൻ
അവിടുത്തെ പരിശുദ്ധാത്മാവിന് പാവബോധം നൽകിയ കർത്താവും ദൈവമേ, ഞങ്ങൾ അത് നട്ടിരിക്കുന്നു. അങ്ങ് തന്നെ അത് വളർത്തേണം. അത് വളർന്നു പന്തലിക്കുവാനും ഈ ദേശത്ത് അത് നിലനിൽപ്പാനും അങ്ങയുടെ വരവോളം കാണുവാനും സഹായിക്കണം. അങ്ങയുടെ ദൂതെന്ന് സംസാരിച്ച അങ്ങയുടെ ദാസനെ അനുഗ്രഹിക്കണം. ഞങ്ങളോടൊപ്പം വർക്ക് ചെയ്ത അങ്ങയുടെ ദാസന്മാരെ അനുഗ്രഹിക്കണം. കർത്താവേ, ഈ ശബ്ദവും വെളിച്ചവും നൽകിയ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടി സഹായിച്ച സകലരെയും ഈ സ്ഥലം നൽകിയവരെയും സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം പകരണം. അങ്ങ് ഈ ഭൂമിയിൽ സ്വർഗം സ്ഥാപിക്കുമ്പോൾ അങ്ങ് നിത്യതയിൽ ഞങ്ങളെ എടുക്കുവോളും ഞങ്ങളെ അങ്ങ് നിത്യതയിലേക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ആ കൂട്ടത്തിൽ ഞങ്ങൾ മാത്രമല്ല, ഈ ദേശത്ത് നിന്ന് അനേകം പേർ കാണപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തണമെന്ന് ക്രിസ്തയേശു മൂലം താഴ്മയോടെ യാചിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം. തിരുരാജ്യം വരേണം. തിരു ഇഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലും ആകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരേണം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കും പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. പരീക്ഷയെ കർത്താവ് ദുഷ്ടയെങ്കിൽ നിന്നും വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംസർഗവും കൂട്ടായ്മയും പ്രത്യേകാൽ ഈ ദേശത്തിന്മേലും ഈ ദേശത്ത് അങ്ങയുടെ ദൂത് കേട്ട് അനുസരിക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലും ഇവിടെ കൂടിയിരിക്കുന്ന സകലരുടെ മേലും പ്രത്യേകാൽ ഗാനാലപിച്ച അങ്ങയുടെ മക്കളുടെ മേലും ഈ ദേശത്ത് വേല ചെയ്ത അങ്ങയുടെ ദാസന്മാരുടെ മേലും ഇവിടെ പ്രസംഗിച്ച ഓരോ അങ്ങയുടെ ദാസന്മാരുടെ മേലും അടിയങ്ങളുടെ മേലും നാം പ്രാർത്ഥിച്ചു പറഞ്ഞ സകല കാര്യങ്ങളിന്മേലും ലോകാവസാനം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ആരാധന ഇവിടെ അവസാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ഈ ഭക്ഷണം എല്ലാവരും ഭക്ഷിച്ച്